എല്ലാവർക്കും നമസ്കാരം. 10 ദിവസത്തേക്കായി നമ്മുടെ സംഘടിപ്പിച്ചിരിക്കുന്ന ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വേദാന്ത വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ബ്രഹ്മസൂത്ര ശാങ്കര ഭാഷ്യത്തെ അധികരിച്ചുള്ള ഈ ദശദിന ഗ്രന്ഥശില്പശാലയുടെ സമാപന ദിവസമാണ് ഇന്ന് നമ്മളുടെ 10ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മളുടെ ആചാര്യനായി എത്തിയിരിക്കുന്നത് മൈലാപ്പൂർ സംസ്കൃത കോളേജിലെ വിദ്വാൻ PR വാസുദേവൻ സാറാണ്. ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരിൽ വാസുദേവൻ സാറിന് ഹാർദമായ സ്വാഗതം ആശംസിക്കുന്നു. കഴിഞ്ഞ 10 ദിവസങ്ങളിലായി ഈ 3 മണി മുതൽ 5 മണി വരെ നീണ്ടു നിൽക്കുന്ന നമ്മുടെ ഈ ശില്പശാലയുടെ ഭാഗമാകാനായിട്ട് കേരളത്തിലും പുറത്തുമുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നും കോളേജുകളിൽ നിന്നും ഒക്കെ എത്തിച്ചേർന്നിരിക്കുന്ന അധ്യാപകരുണ്ട്, ഗവേഷക വിദ്യാർത്ഥികളുണ്ട്, PG സ്റ്റുഡൻസ് ഉണ്ട്, മറ്റ് വിഭാഗങ്ങളിലുള്ള ഫിലോസഫി, സാൻസ്ക്രിറ്റിന്റെ തന്നെ മറ്റു വിഭാഗങ്ങളിലൊക്കെയുള്ള കുട്ടികളുണ്ട്. എല്ലാവരെയും നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ 10 ദിവസത്തെ ക്ലാസ്സിലും ഒരു ഊർജം പകർന്നുകൊണ്ട് നമ്മുടെ ആചാര്യനായിട്ടുള്ള ഡോക്ടർ രാമകൃഷ്ണ ഭട്ട് സാറുണ്ട്. ഭട്ട് സാറിന് ഹൃദയം നിറഞ്ഞ സ്വാഗതം, സ്നേഹത്തോടു കൂടിയുള്ള സ്വാഗതം നേരുന്നു. ഇന്ന് നമ്മളുടെ ശില്പശാലയുടെ അവസാന ദിനം സമാപന ദിനം എന്ന് പറയുന്നതോടൊപ്പം തന്നെ നമ്മളുടെ ഈ ശില്പശാല എങ്ങനെയാണ് മുന്നോട്ട് പോയിരുന്നത് എന്നുള്ളതിന്റെ ഒരു ഫീഡ്ബാക്ക് കൂടി എല്ലാവരും നൽകണമെന്ന് അപേക്ഷിക്കുന്നു. നമ്മുടെ ചാറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് ലിങ്ക് ഒരു അരമണിക്കൂറിനുള്ളിൽ ആ ഫീഡ്ബാക്ക് ലിങ്ക് പോസ്റ്റ് ചെയ്യും. എല്ലാവരും നമ്മുടെ റിസോഴ്സ് പേഴ്സണിന്റെ സബ്ജക്ട് നോളേജ് എത്രത്തോളം പാണ്ഡിത്യത്തോടു കൂടിയാണ് നമ്മളുടെ അധ്യാപകർ ഓരോരുത്തരും നമുക്ക് ക്ലാസ്സുകൾ നയിച്ചു തന്നിരുന്നത്, ക്ലാസ്സുകൾ നമ്മൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് എന്നുള്ളത്, അതുപോലെ ഈ നമ്മൾ തിരഞ്ഞെടുത്ത വിഷയം, ഇതിനെക്കുറിച്ചൊക്കെയുള്ള എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അത് രേഖപ്പെടുത്തണം. ഓൺലൈനായിട്ട് തന്നെയാണ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. എല്ലാവരോടും ഒരിക്കൽ കൂടി ഫീഡ്ബാക്ക് ഫില്ല് ചെയ്ത് സമർപ്പിക്കുന്നതിൽ മടിയുണ്ടാകരുത്. കാരണം ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റ് ഗൂഗിൾ തന്നെയാണ് നമ്മൾക്ക് ഇഷ്യൂ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ഫീഡ്ബാക്കിന്റെ ബേസിസിലാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. എല്ലാവരെയും, ക്ലാസ് എടുക്കാൻ എത്തിയിരിക്കുന്ന വാസുദേവൻ സാറിനെയും നമ്മുടെ പ്രിയപ്പെട്ട ആചാര്യൻ രാമകൃഷ്ണ ഭട്ട് മാഷിനെയും മറ്റ് എല്ലാ സുഹൃത്തുക്കളെയും ഗവേഷക വിദ്യാർത്ഥികളെയും PG വിദ്യാർത്ഥികളെയും എല്ലാം, നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹത്തോടെ ഈ ഓൺലൈൻ മാധ്യമത്തിൽ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്ന ശില്പശാലയുടെ 10ാം ദിനത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് എടുക്കാനായിട്ട് വാസുദേവ സാറിനോട് അഭ്യർത്ഥിക്കുന്നു. आनन्दमयाधिकरणस्य अवशिष्टः भागः अस्माभिः इदानीं परिशील्यते. ह्यः आनन्दमयाधिकरणस्य आरम्भात् प्रभृति विभागद्वयम् अस्माभिः दृष्टम्. अर्थात् या वृत्तिकारैः कृता या अधिकरणरचना सा अस्माभिः ह्यः निरूपिता. वृत्तिकाराणाम् अधिकरणरचनां समाप्य अग्रे तस्य अधिकरणव्याख्यानस्य, वृत्तिकारैः कृतस्य अधिकरणव्याख्यानस्य खण्डनमपि भाष्यकारैः कृतं. तदपि अस्माभिः यथाशक्ति चिन्तितं, ह्यः एव चिन्तितं. तर्हि एवं खण्डने कृते अधिकरणरचना कथं कर्तव्या इति तु भाष्यकारैः एतावता नोपदिष्टं. तर्हि आनन्दमयोऽभ्यासादित्यारभ्य यानि 7 सूत्राणि वर्तन्ते, तेषां सूत्राणां योजनम् अथवा तेषां सूत्राणाम् अर्थः कथं वक्तव्यः इति अस्माकं शङ्का स्यात्. तादृशीम् आशङ्काम् अपनेतुं भाष्यकारः स्वयम् अधिकरणरचनां प्रदर्शयति. अग्रे तृतीयः विभागः अयम् आनन्दमयाधिकरणस्य. तस्मिन् विभागे भाष्यकारः अधिकरणरचनां करोति. सूत्राणि तु एवं व्याख्येयानि इति ग्रन्थे दृश्यते. तदारभ्य सूत्राणि तु एवं व्याख्येयानि इति आरभ्य
भाष्यकारैः कृता अधिकरणरचना प्रदर्श्यते। तत्र पूर्वम् अस्माभिः उक्तमासीत्, ह्यः एव उक्तमासीत्, अधिकरणे पञ्च अङ्गानि भवन्ति इत्युक्तं। विषयो विषयश्चैव पूर्वपक्षस्तथोत्तरं सङ्गतिश्चेदि पञ्चाङ्गं भाष्ये अधिकरणं विदुः इति ह्यः उक्तमेव आसीत्। तत्र वृत्तिकारमतरीत्या या अधिकरणरचना आसीत् तस्याम् अधिकरणरचनायां यानि पञ्च अङ्गानि उक्तानि तादृश अधिकरणरचना यद्यपि खण्डिता तथापि नूतन अधिकरणं यदा आरच्यते, नूतनरीत्या यदा अधिकरणं विरच्यते, भाष्यकारैः विरच्यते खलु, तत्रापि एतानि पञ्च अङ्गानि द्रष्टव्यानि सन्ति। तत्र मुख्यतया पञ्च अङ्गेषु एव मुख्यतया विषयः पूर्वपक्षः उत्तरपक्षः इति चतुष्टयं तु अत्यन्तं प्राधान्यमर्हति। तत्त्रयं चतुष्टयं तु अवश्यं द्रष्टव्यं। तर्हि कानि अत्र अङ्गानि भवन्ति इति द्रष्टव्यम्। आदौ विषयः अस्ति। विषयो नाम विषयवाक्यं। विषयवाक्यं यद् अस्माभिः वृत्तिकारमतरीत्या अधिकरणरचनायां स्वीकृतं वाक्यं, किं तद्वाक्यम् इत्युक्ते तस्माद्वा एतस्मात् विज्ञानमयाद् अन्योन्तर आत्मानन्दमयः इत्यारभ्य ब्रह्मपुच्छं प्रतिष्ठा इत्येतावदन्तं विषयवाक्यं भवति। एतावदन्तं यद् वाक्यजातं तद् विषयवाक्यं भवति। अत्र भाष्यकाररीत्या या अधिकरणरचना अस्ति तस्याम् अधिकरणरचनायाम् इदं विषयवाक्यमस्ति। किं तस्माद्वा एतस्माद् विज्ञानमयाद् अन्योन्तर आत्मा आनन्दमयः इत्यारभ्य ब्रह्मपुच्छं प्रतिष्ठा इत्येतदन्तं वाक्यं विषयः इति एकम्। इति विषयः निरूपितः। विषयः निरूपणीयः। विषयो नाम संशयः। अधिकरणे संशयः निरूपणीयः। सः संशयः कः इति द्रष्टव्यम्। तत्र पूर्वं विषयः अथवा संशयः कः आसीत् इत्युक्ते आनन्दमयपदेन कः अर्थः विवक्ष्यते, किं ब्रह्म विवक्ष्यते अथवा अन्यत् किञ्चित् विवक्ष्यते इत्येव आसीत् संशयः पूर्वम्। इदानीं सः संशयः न स्वीकर्तव्यः। अन्यविध एव संशयः भाष्यकारैः प्रदर्श्यते। कः सः संशयः इत्युक्ते ब्रह्मपुच्छं प्रतिष्ठा इत्यत्र। ब्रह्मपुच्छं प्रतिष्ठा इत्यत्र इत्युक्ते तस्माद्वा एतस्माद् विज्ञानमयाद् इत्यारभ्य ब्रह्मपुच्छं प्रतिष्ठा इत्यस्मिन् वाक्यसमूहे इत्यर्थः। इत्यस्मिन् वाक्यसमूहे किम् आनन्दमयावयवत्वेन ब्रह्म विवक्ष्यते उत स्वप्रधानत्वेन, अयमेव संशयः। अस्मिन् अधिकरणे विषयवाक्यम् उक्तम्। अयं संशयः। कः संशयः? ब्रह्मपुच्छं प्रतिष्ठा इत्येतदन्तः यः वाक्यसमूहः अस्ति तस्मिन् वाक्यसमूहे किं ब्रह्मैव प्राधान्येन विवक्ष्यते अथवा अन्यत् किञ्चित्? आनन्दमयः प्राधान्येन विवक्ष्यते वा अथवा ब्रह्मैव प्राधान्येन विवक्ष्यते वा? तत्र शङ्का कर्तव्या। आनन्दमय एव खलु ब्रह्म इति। तथा नास्ति खलु। आनन्दमयस्य ब्रह्मत्वम् अस्माभिः निराकृतम्। आनन्दमयः इदानीं ब्रह्मैव न। आनन्दमयस्तु ब्रह्मणो भिन्नं किञ्चित् अन्यत् इति तु अस्माभिः स्थिरीकृतं। तदर्थं भाष्यकारैः खण्डनमपि रचितं। तर्हि आनन्दमयः न ब्रह्म, आनन्दमयो नाम अन्यः कश्चित् ब्रह्मणः अपेक्षया भिन्नं किञ्चित्। तस्य यद् आधारत्वेन निर्दिष्टं ब्रह्म तदेव परमात्मा ब्रह्म। पुच्छं प्रतिष्ठा इति वाक्येन निर्दिष्टं तदेव ब्रह्म। तर्हि आनन्दमयस्य ब्रह्मत्वं नास्ति। आनन्दमयः नाम ब्रह्म न, किन्तु अन्यदेव किञ्चित् जीवादिरेव। तस्य यः आधारभूतत्वेन निर्दिष्टं यद् ब्रह्म तद् ब्रह्म किं प्राधान्येन निर्दिश्यते अथवा आनन्दमय अवयवत्वेन, अर्थात् इदम् उक्तं भवति अत्र अस्मिन् प्रकरणे नाम अस्मिन् आनन्दमयवाक्ये किम् आनन्दमयस्य प्राधान्यम् उत ब्रह्मणः प्राधान्यम् इति शङ्का। आनन्दमय एव प्राधान्येन विवक्ष्यते। कस्य निरूपणार्थम् इदम् आगतं वाक्यं? किम् आनन्दमयस्य निरूपणार्थम् इदं वाक्यम् आगतम् उत ब्रह्मणो निरूपणार्थम् इति भवति सन्देहः। तत्र उच्यते
अयमेव सन्देहः, किम् आनन्दमय अवयवत्वेन ब्रह्म विवक्ष्यते उत स्वप्रधानत्वेन इति। इदानीं विषयः समाप्तः, विषयश्च समाप्तः। पूर्वपक्षकः इत्युक्ते पुच्छशब्दात् अवयवत्वेन इति प्राप्ते, नाम ब्रह्म पुच्छं प्रतिष्ठा इति खलु उक्तं, ब्रह्म प्रतिष्ठा इति नोक्तं, ब्रह्म पुच्छं प्रतिष्ठा इति उक्तं। तर्हि ब्रह्म पुच्छम् इति पदनिर्देशेन किं ज्ञायते? पुच्छं तु इदानीम् एकस्य पक्षिविशेषस्य पुच्छम् इत्युक्ते तद् अप्रधानं भवति, पुच्छं न प्रधानं, किन्तु पक्षी एव प्रधानं। तत्र एकम् अङ्गं भवति अथवा एकः अवयवः भवति पुच्छम् इति, तथा वक्तव्यम्। तर्हि पुच्छम् इत्युक्ते यतः अप्रधानभूतं किञ्चित् अस्ति पक्षिणम् अपेक्षया, तर्हि यथा पुच्छशब्देन निर्देशः कृतः ब्रह्मणा, यतः पुच्छशब्देन ब्रह्मणः निर्देशः कृतः, अतः ब्रह्मपुच्छं प्रतिष्ठा इति वाक्ये निर्दिष्टमपि ब्रह्म आनन्दमय अवयवत्वेनैव विवक्ष्यते, न तु आनन्दमयस्य न तु ब्रह्मणः प्राधान्यं। ब्रह्मणः प्राधान्येन विवक्षा अत्र नास्ति, किन्तु आनन्दमयस्यैव प्राधान्यम्। आनन्दमयस्य एकम् अङ्गमस्ति ब्रह्म नाम, तद् किं? प्रतिष्ठारूपम् अथवा पुच्छरूपं, पुच्छसदृशं यत् तद् ब्रह्मैव, किन्तु प्राधान्यं कस्य? आनन्दमयस्यैव प्राधान्यं, तादृशस्य जीवस्यैव प्राधान्यं। तद् वक्तुमेव इदं वाक्यम् आगतम् इति पूर्वपक्षः। तावानेव पूर्वपक्षः अत्र कृतः। एवं प्राप्ते उच्यते, किम् उच्यते? आनन्दमयोऽभ्यासात् इति। तर्हि इदानीं किं जातम् इत्युक्ते, अस्माभिः ह्यः या अधिकरणरचना दृष्टा तदपेक्षया अत्यन्तं विलक्षणा इयम् अधिकरणरचना। तथैव विषयवाक्यम् एकमस्ति तावदेव, संशयोऽपि भिन्नः, पूर्वपक्षोऽपि भिन्नः, सिद्धान्तोऽपि भिन्नः। आनन्दमयः ब्रह्म न वा इति केनापि न पृष्टमत्र, किन्तु आनन्दमयस्य ब्रह्मत्वं नास्ति इति पूर्वमेव सिद्धवत्कृत्य भाष्यकाराः किं कथयन्ति? अस्मिन् वाक्ये प्रधानतया कस्य निर्देशः कृतः इत्येव शङ्का। किं तावत् प्राप्तम्? आनन्दमयस्यैव प्राधान्यम् इति प्राप्तम्। कथम् इदं ज्ञायते? ब्रह्मपुच्छं प्रतिष्ठा इति पुच्छशब्देन ब्रह्मणः निर्देशः। पुच्छं तु एकस्य पक्षिणः पुच्छं तु अप्रधानं भवति, यथा तथा ब्रह्म अपि अत्र अप्रधानमस्ति, ब्रह्मपुच्छम् इत्युक्तत्वात्। आनन्दमय एव प्रधानः, तत्कथनार्थमेव इदं वाक्यं प्रवृत्तं, न तु ब्रह्मणः उपपादनार्थम् अथवा न ब्रह्मणः निरूपणार्थं, किन्तु आनन्दमयस्य निरूपणार्थमेव इदं वाक्यं प्रवृत्तम् इति पूर्वपक्षः। एवं पूर्वपक्षे प्राप्ते सूत्रकारः आह आनन्दमयोऽभ्यासात्। आनन्दमयः अत्र आनन्दमयोऽभ्यासात् इति सूत्रम्। सूत्रस्य कः अर्थः? ब्रह्मैव अत्र प्राधान्येन विवक्ष्यते, न आनन्दमयः इति उक्तं भवति। कथम् इत्युक्ते इदं वाक्य सूत्रात् कथं लभ्यते इति किञ्चित् आलोचनीयम्। आनन्दमयः अभ्यासात् इति खलु उक्तम्। आनन्दमयपदस्य कः अर्थः इत्युक्ते आनन्दमयः इति नार्थः, किन्तु आनन्दमयः इति पदं सूत्रे तादृशं प्रकरणम् अस्माकं बुद्धौ आरोपयितुम् आनन्दमयपदं यतः अस्ति, अत एव भाष्यकारैः ज्ञायते इदमेव अत्र विषयवाक्यम् इति। तर्हि आनन्दमयपदेन इदं विषयवाक्यं गृह्यते। अस्मिन् विषयवाक्ये आनन्दमयपदार्थः लक्षणया एतद् विषयवाक्यं बोधयति। अस्मिन् विषयवाक्ये किं ब्रह्मैव प्राधान्येन विवक्ष्यते, ब्रह्मैव प्राधान्येन विवक्ष्यते। कथम् इदं ज्ञायते? अभ्यासात्। अभ्यासः इत्युक्ते मया ह्यः अस्य एकं किञ्चिदिव उक्तमासीत्, अत्रापि अभ्यासः वक्तव्यः। अभ्यासो नाम अस्माभिः उक्तं वेदान्ते तात्पर्यनिर्णायकानि लिङ्गानि सन्ति, तात्पर्यनिर्णयार्थं तात्पर्यलिङ्गानि इति उच्यन्ते। उपक्रमोपसंहारौ अभ्यासः, अपूर्वता, फलम्, अर्थवादः, उपपत्तिः इति षड्विध तात्पर्यलिङ्गानि सन्ति। तत्र अभ्यासः एकं तात्पर्यलिङ्गमस्ति। अनेन अभ्यासरूपतात्पर्यलिङ्गेन तात्पर्यं निर्णीयते। कस्य तात्पर्यं निर्णीयते इत्युक्ते वाक्यानाम् अथवा वाक्यसमूहस्य अथवा प्रकरणस्य, एकं प्रकरणं नाम वाक्यानां समूहः, तस्य वाक्यसमूहस्य प्रकरणस्य तात्पर्यं निर्णीयते।
अभ्यासेन अयम् इदम् अभ्यासरूपं तात्पर्यलिङ्गम् अत्र सूत्रकारैः हेतुकृतमस्ति। अभ्यासेन किमत्र निर्णीयते? ब्रह्मैव अत्र निरूप्यते इति निर्णीयते। ब्रह्मैव अत्र प्राधान्येन विवक्ष्यते इति निर्धार्यते। कथं पश्यामः? भाष्यमेव अस्ति। आनन्दमय आत्मा इत्यत्र ब्रह्मपुच्छं प्रतिष्ठा इति स्वप्रधानमेव ब्रह्म उपदिश्यते अभ्यासात्। प्राधान्येन ब्रह्म विवक्ष्यते। कथम्? अभ्यासात्। अभ्यासः कुत्र अस्ति? अभ्यासः इत्युक्ते अभ्यासं भाष्यकारः प्रदर्शयति। असन्नेव स भवति इत्यस्मिन् निगमनश्लोके ब्रह्मण एव केवलस्य अभ्यस्यमानत्वात्। इदं पश्यतु। असन्नेव स भवति असद् ब्रह्मेति वेद चेत् अस्ति ब्रह्मेति चेत् वेद सन्तमेनं ततो विदुः इति श्लोकः कश्चन निगमनश्लोकः अस्ति। कुत्र एतत्? ब्रह्मपुच्छं प्रतिष्ठा इति समाप्य ब्रह्मपुच्छं प्रतिष्ठा इति वाक्यानन्तरम् अयं श्लोकः अस्ति। असन्नेव स भवति असत् ब्रह्मेति वेद चेत् अस्ति ब्रह्मेति चेत् वेद सन्तमेनं ततो विदुः इत्यस्मिन् श्लोके द्विवारं ब्रह्मपदम् आवृत्तमस्ति। असन्नेव स भवति असत् ब्रह्मेति वेद चेत् अस्ति ब्रह्मेति चेत् वेद इति ब्रह्मपदं द्विवारम् आवृत्तम्। अनन्तरं सन्तमेनं ततो विदुः इति सत्पदार्थोऽपि उक्तः। तर्हि अभ्यासो नाम तेनैव पदेन निर्देष्टव्यम् इति नास्ति निर्बन्धः। तद्वाचकं पदं तद्वाचकपदान्तरं वा। प्रकृते ब्रह्मपदं द्विवारम् आवृत्तमस्ति। अनन्तरं सन्तमिति सत्पदार्थोऽपि सत्पदमपि अस्ति। तर्हि एतैः पदैः स्वपदत्रयेण किं ब्रह्मणः अभ्यासः अत्र श्रूयते। तेन किं ज्ञायते इत्युक्ते ब्रह्मैव अत्र प्राधान्येन विवक्ष्यते। ब्रह्मैव अत्र प्राधान्येन विवक्षणीयम् इति ज्ञायते। असन्नेव स भवति इत्यस्मिन् निगमनश्लोके ब्रह्मण एव केवलस्य अभ्यस्यमानत्वात् इति जातम्। इदानीं प्रथमसूत्रयोजना समाप्ता। प्रथमसूत्रस्य अर्थः भाष्यकारैः उक्तः। द्वितीयसूत्रस्य अर्थो वर्णनीयः। द्वितीयसूत्रस्य अर्थं वर्णयितुं सूत्रं गृह्णाति। विकारशब्दान् नेति चेन्न प्राचुर्यात् इति सूत्रं भाष्यकारः गृह्णाति। गृहीत्वा वदति विकारशब्देन अवयवशब्दः अभिप्रेतः। अवयवशब्दो नाम अवयववाचकशब्दः। अवयववाचकशब्दो नाम अवयववाचकपुच्छशब्दः इत्यर्थः। तर्हि विकारशब्दो नाम पुच्छशब्दः इत्यर्थः। विकारशब्दान् नेति चेन्न प्राचुर्यात् इति सूत्रम्। इदानीम् एतत् सूत्रविषये ह्यः अपि उक्तमासीत्। इदानीं पुनः स्मार्यते। विकारशब्दान् नेति चेन्न इति पर्यन्तं पूर्वपक्षभागः, इति चेत् इति पर्यन्तं पूर्वपक्षभागः, न प्राचुर्यात् इति सिद्धान्तभागः। तर्हि पूर्वपक्षोऽपि उपस्थापनीयः अनेन सूत्रेण, सिद्धान्तोऽपि उपस्थापनीयः। पूर्वपक्षः कः उपस्थापनीयः इत्युक्ते अस्माभिः आदावेव किञ्चिदिव उपस्थापितं, तदेव अत्र पूर्वपक्षी कर्तव्यं पुनः। कथम् इत्युक्ते ब्रह्मणः अभ्यासेन प्राधान्येन निरूपणम् उक्तं यद्यपि तथापि तथा उपपादयितुं न शक्यते। कुतः? विकारशब्दात्। विकारशब्दो नाम पुच्छशब्दः। पुच्छशब्दो नाम अत्र अवयववाचकपुच्छशब्दः। तर्हि अवयववाचकपुच्छशब्देन ब्रह्मणः निर्देशः, अथवा पुच्छशब्दसमभिव्याहृतब्रह्मशब्देन ब्रह्मणो निर्देशात् किं भवति? ब्रह्म नाम किञ्चित् अवयवः, तस्य तथा प्राधान्यं नास्ति। ब्रह्मैव प्रतिपादनीयम् इति कृत्वा अस्य प्रकरणस्य आगमनं नास्ति, किन्तु अन्यत् किञ्चित् प्रतिपादनीयम् अस्ति। तदर्थम् इदं प्रकरणं प्रवृत्तं, किन्तु तत्र मध्ये एकः अवयवः ब्रह्म अपि तत्र उक्तमस्ति। ब्रह्म अपि तत्र मध्ये निरूपितमस्ति, तस्य तु प्राधान्यं नास्ति। अन्यथा कथं ब्रह्म पुच्छत्वेन निर्दिश्येत अथवा ब्रह्म अवयवत्वेन निर्दिश्येत? तथा निर्देशादेव अस्माभिः किं ज्ञायते इत्युक्ते ब्रह्मणः निरूपणार्थम् इदं प्रकरणं न प्रवृत्तं, किन्तु आनन्दमयस्य निरूपणार्थम् इदं प्रवृत्तं। तथा च ब्रह्मणः प्राधान्येन प्रतिपादनम् अत्र नास्ति, किन्तु आनन्दमयस्यैव प्राधान्येन प्रतिपादनं। ब्रह्मणः आनन्दमयस्यापि अवयवत्वेन प्रतिपादनं, प्राधान्यं तु नास्ति इति पूर्वपक्षं गृह्णाति। विकारशब्दान् नेति चेत् इति पर्यन्तेन भागेन तदानीं सूत्रकारः कथयति तथा न प्राचुर्यात्।
प्राचुर्यं नाम किं? प्रायापत्तिः। प्रायापत्तिः नाम प्रायपाठः। प्रायपाठो नाम समूहे पठनं। समूहे पठनम्। उच्चशब्दः अत्र प्रायपाठेन आगतः इति पश्यामः। किञ्चित् श्रद्धया ग्राह्यं। प्रायपाठेन आगतः इत्युक्ते कः अर्थः? अस्माभिः इदं सर्वांशेन अस्माकं बुद्धौ भवेत्। उपनिषत् सर्वापि अस्माकं बुद्धौ भवेत्। तत्र आदौ अन्नमयकोशः निरूपितः, अनन्तरं प्राणमयकोशः, अनन्तरं मनोमयकोशः, अनन्तरं विज्ञानमयकोशः, अनन्तरम् आनन्दमयकोशः निरूप्यमानः अस्ति उपनिषदात्। अत्र अन्नमयकोशनिरूपणानन्तरम् अन्नमयकोशस्यापि केचन अवयवाः प्रतिपादिताः। इदं शिरः, इदं दक्षिणः पक्षः, इदम् उत्तरः पक्षः, किञ्चित् किञ्चित् यत्किञ्चित् एकं प्रतिपादितं। तत्र नैर्भर्यं नास्ति, अतः मया नाम्ना ग्रहणं न कृतम्। अन्नमयकोशस्य केचन कानिचन अङ्गानि सन्ति, तानि अङ्गानि प्रतिपादितानि। अनन्तरं प्राणमयकोशस्यापि कानिचन अङ्गानि भवन्ति, तानि प्रतिपादितानि। एकं शिरः, एकं पक्षः, एकम् अयं पक्षः, एकम् उत्तरः पक्षः, एकं दक्षिणः पक्षः, एकं पुच्छम् इति निरूपितम्। अनन्तरम् अन्यः कोशः आगतः, मनोमयकोशः आगतः, तस्यापि एतादृशरीत्या पुच्छादीनि सन्ति। अनन्तरं विज्ञानमयकोशः आगतः, तस्यापि पुच्छादीनि सन्ति। इत्येवं रीत्या आनन्दमयकोशात् अर्वाक् वर्तमानानां सर्वेषामपि कोशानाम् अवयवाः सन्ति। तत्र अवयवेषु शिरः एकमस्ति, दक्षिणपक्षः उत्तरपक्षः एकमस्ति, एवं पुच्छं नाम किञ्चित् अस्ति। एवं रीत्या चतुर्षु पर्यायेषु अस्माभिः अङ्गानि दृष्टानि अस्माभिः। तत् समाप्य अन्ते श्रूयते आनन्दमयः इति। तर्हि यदि एवं प्रकरणे आगतम् अन्नमयकोशानन्तरं प्राणमयकोशः, प्राणमयकोशानन्तरं विज्ञानमयम्, आनन्दमयम् एवम् आगतम्, अथवा मनोमयकोशानन्तरं विज्ञानमयानन्तरम् आनन्दमयः आगतः, तदानीम् अस्माकम् अवश्यं शङ्का भवति, अन्नमयकोशस्य ये अवयवाः सन्ति अथवा यानि अङ्गानि सन्ति, किं शिर आदीनि अङ्गानि सन्ति, पुच्छं, शिरः, पक्षः इत्यादीनि अङ्गानि सन्ति। एवं रीत्या चतुर्ष्वपि कोशेषु यदा अङ्गानि सन्ति तदानीम् अस्यापि किञ्चित् शिरः भवेत्। कस्य? आनन्दमयस्य। आनन्दमयस्यापि किञ्चित् शिरः भवेत्, किञ्चित् दक्षिणपक्षः भवेत्, किञ्चित् उत्तरपक्षः भवेत्, किञ्चित् पुच्छं भवेत्। तथा च यदि आनन्दमयकोशस्य पुच्छम् अस्ति वा नास्ति वा तदन्यो विषयः, किन्तु पुच्छत्वेन किञ्चित् निर्देष्टव्यम् अवश्यं श्रुत्य। अन्यथा किं स्यात्? चतुर्षु कोशेषु पुच्छत्वेन किञ्चित् निर्दिष्टं, पञ्चमे च पुच्छत्वेन किञ्चित् न निर्दिष्टम् इति प्रायपाठः भज्येत। अतः यस्य प्रायपाठस्य भङ्गवारणाय, भङ्गः न स्यात् इति भङ्गवारणाय किं कर्तव्यम् इत्युक्ते, चतुर्ष्वपि पर्यायेषु यथा निर्दिष्टानि सन्ति अङ्गानि, यथा अङ्गानि निर्दिष्टानि सन्ति तथैव अङ्गानि अत्रापि निर्देष्टव्यानि, तथा अत्रापि निर्देष्टव्यानि भवन्ति। तर्हि यदि अत्रापि निर्देष्टव्यमस्ति तर्हि किं किं स्यात्? एकं शिरः अवश्यं स्यात्, एकः दक्षिणः पक्षः अवश्यं स्यात्, एकः उत्तरः पक्षः अवश्यं स्यात्, एकं पुच्छमपि स्यात्। तद् पुच्छं न वा, पुच्छमस्तु, पुच्छत्वं तस्मिन् अस्तु मास्तु, किन्तु पुच्छत्वेन किञ्चित् निर्देष्टव्यं। तस्मिन् पुच्छत्वं विवक्षणीयमिति निर्बन्धो नास्ति। अवश्यं तत् पुच्छमेव अस्ति, तस्य पुच्छत्वं विवक्षित्वा पुच्छत्वं भवेत् इति निर्बन्धेन तथा प्रयोक्तव्यमिति नास्ति। किन्तु चतुर्ष्वपि कोशेषु यतः पुच्छं किञ्चित् निर्दिष्टम्, अतः अत्रापि किञ्चित् पुच्छमिति किञ्चित् निर्देष्टव्यम्, अवश्यं निर्देष्टव्यम्। अन्यथा प्रायपाठः भज्येत। अतः पुच्छमिति किञ्चित् निर्देष्टव्यम् इति कृत्वा किञ्चिदिव निर्दिष्टम्, पुच्छत्वेन विवक्षया निर्दिष्टमिति न, पुच्छम् इति किञ्चित् निर्देष्टव्यं। तत् किम् इत्युक्ते ब्रह्मैव निर्दिष्टं। तथा च किम् अस्माकम् अवगतम् इत्युक्ते प्रायपाठसंरक्षणमेव श्रुतेः उद्देश्यम् इति ज्ञायते। प्रायपाठसंरक्षणार्थं पुच्छत्वं विवक्षणीयम् इति निर्बन्धो नास्ति, किन्तु पुच्छम् इति निर्देष्टव्यं तावदेव। पुच्छत्वं तत्र विवक्षित्वैव प्रायपाठसंरक्षणीयः इति नास्ति। तथा च पुच्छत्व अविवक्षायामपि यतः अयं प्रायपाठः संरक्ष्यते, अतः
पुच्छत्वम् अविवक्षित्वा केवलं पुच्छपदप्रयोगमात्रं कृतं, श्रुत्या पदप्रयोगमात्रं कृतम् इति कृत्वा ब्रह्मणः पुच्छ अवयववाचक पुच्छशब्देन निर्देशकृतश्चेदपि पुच्छत्वं ब्रह्मणि नायाति इति कृत्वा पुच्छशब्दः प्रयुक्तः इत्येतावता स्वप्रधानत्वं ब्रह्मणः न हीयते, प्राधान्यं तु भवत्येव इति अभिप्रायः। कस्य? प्राचुर्यात् इति भागस्य। प्राचुर्यात् इति एतस्य अंशस्य अयम् अर्थः। प्राचुर्यं नाम प्रायापत्तिः इत्यर्थः। प्रायापत्तिर्नाम प्रायपाठः। नाम प्रायपाठसंरक्षणार्थं पुच्छत्वेन पुच्छमिति किञ्चित् निर्देष्टव्यमिति निर्दिष्टं, न तु विवक्षया, पुच्छत्वविवक्षया न निर्दिष्टम् इति उक्तं भवति। इदं द्वितीयं सूत्रम्। इतः परं तृतीयं सूत्रं। तृतीयं सूत्रं किम् इत्युक्ते तद्धेतुव्यपदेशाच्च। तद्धेतुव्यपदेशोऽपि अत्र ब्रह्मणः स्वप्राधान्यज्ञापकः। कथम् इति पश्यामः। सर्वस्य विकारजातस्य सानन्दमयस्य कारणत्वेन ब्रह्म व्यपदिश्यते। इदं सर्वम् असृजता यदिदं किञ्च इति। अत्र आनन्दमय वाक्यानन्तरं तद् निगमनश्लोकः कश्चित् भवति इत्युक्तं। निगमनश्लोके तु ब्रह्मणः अभ्यासः अस्ति इत्युक्तं। तदुत्तरं वाक्यमस्ति सोकामयद बहुस्यां प्रजायेति इति समाप्य इदं सर्वम् असृजता यदिदं किञ्च इत्यस्ति। तर्हि किमिदं ज्ञायते इत्युक्ते ब्रह्मैव अनुकृष्यते इति ज्ञायते। नाम यतः निगमनश्लोके ब्रह्मणः निर्देशः कृतः, अतः इतः परं नाम आनन्दमय वाक्य अनन्तरं ब्रह्मपुच्छं प्रतिष्ठा इत्यनन्तरं ब्रह्मण एव निर्देशः क्रियते। यतः निगमनश्लोके ब्रह्मणः अभ्यासः कृतः, अनन्तरं सर्वत्र रसो वै सः इत्यत्रापि ब्रह्मण एव अनुवृत्तिः, ब्रह्म प्रतिपादनार्थमेव प्रकरणम् इति ज्ञायते। तर्हि तादृशं ब्रह्म प्रकृत्य श्रुतिः किं कथयति? इदं सर्वम् असृजत इति। सर्वम् इदम् असृजत, यदिदं किञ्च, यत्किञ्चित् जगति अस्ति तत् सर्वं सः सृष्टवान्। कः सृष्टवान्? ब्रह्म सृष्टवान् इति ज्ञायते। किं किं सृष्टवान्? जगति यत्किञ्चित् सर्वं, यद् जगति सर्वमस्ति तत् सर्वं ब्रह्म सृष्टवत् इति उक्तं। तत्र किं किम् अन्तर्भूतं? स्रष्टव्यपदार्थः यस्य सृष्टिकृता तत्र किं किम् अन्तर्भूतम् इत्युक्ते अन्नमयकोशः अन्तर्भूतः, प्राणमयकोशः अन्तर्भूतः। यतः इदं सर्वं ब्रह्म भिन्नं जगदेव, तर्हि जगदन्तर्भूतं सर्वम् इत्युक्ते अन्नमयकोशः अन्तर्भूतः, प्राणमयकोशः अन्तर्भूतः, मनोमयकोशः, विज्ञानमयकोशश्च अन्तर्भूतः, अन्ततो गत्वा आनन्दमयकोशोऽपि तत्र अन्तर्भूतः इति कृत्वा आनन्दमयसहितस्य सर्वस्यापि जगतः कारणत्वेन इदं ब्रह्म कथ्यते। तर्हि सानन्दमयस्य नाम आनन्दमयेन सहितस्य सर्वस्यापि जगतः कारणत्वेन यतः इदं ब्रह्म व्यपदिश्यते, अतः इदमेव ब्रह्म प्राधान्येन अत्र निर्दिष्टम्, अस्याम् उपनिषदि निर्दिष्टम् इति वक्तव्यम् इति भाष्यकारस्य अभिप्रायः। तद् पंक्तिं पठामि। न च कारणं सद्ब्रह्म स्वविकारस्य आनन्दमयस्य मुख्यया वृत्त्या अवयवः उपपद्यते। अपराणि सूत्राणि यथा संभवं पुच्छवाक्यनिर्दिष्टस्यैव ब्रह्मणः उपपादकानि द्रष्टव्यानि। अत्र इतोपि एकः अंशः मुख्यतया ग्राह्यः। आनन्दमयाधिकरणे यद्यपि भाष्यकारैः वृत्तिकारमतरचनावेलायां सर्वाण्यपि सूत्राणि भाष्यकारैः व्याख्यातानि यद्यपि तथापि यदा सिद्धान्तः कथ्यते, भाष्यकारैः सिद्धान्तः यदा उच्यते तदानीं सूत्रत्रयमेव व्याख्यातम्। इदं सूत्रत्रयमेव व्याख्यातम्। अन्यानि तु सूत्राणि द्रष्टव्यानि इत्युक्तं, यथा संभवं द्रष्टव्यानि इत्युक्तं। नाम अस्माभिरेव योजनीयानि, तत्सर्वं व्याख्याने अस्ति। इदमेव कुतः इत्युक्ते इदं सूत्रत्रयं मुख्यम्। इदमेव सूत्रत्रयं मुख्यम्। अन्यानि तु सूत्राणि मदद्वयेपि योजयितुं शक्यानि। वृत्तिकारमतरीत्या यथा योजनं कृतं तथा योजयितुं शक्यते। भाष्यकारमतरीत्या यद् योजनं प्रदर्शयिष्यते, मया संक्षेपेण तानि सूत्राणि योज्यन्ते अत्र।
यद् योजनं प्रदर्शयिष्यते तथापि योजयितुं शक्यते, अत्यन्तं बाधकं किमपि नास्ति पक्षद्वयेपि। किन्तु इदं यत् सूत्रत्रयं, प्रधानं सूत्रत्रयं, तत्तु भाष्यकारमते एव योजयितुं शक्यते इति अस्ति कश्चित् विशेषः। अतः भाष्यकारैः सूत्रत्रयमेव योजितम् इति अभिप्रायः अस्ति। अत्र सूत्रत्रयं तु भाष्यकारैरेव योजितं। चतुर्थं सूत्रं तु मान्द्रवर्णिकमेव च गीयते। इदं तु सुलभं भाष्यकारमतरीत्यापि इदं सूत्रं योजयितुं शक्यते। यतः अस्माभिः किम् उक्तं, ब्रह्म स्वप्राधान्येन निर्दिश्यते न वा इत्येव आसीत् शङ्का। तत्र किम् उक्तं, ब्रह्मणः स्वप्राधान्येन निर्देशः अस्ति। यतः ब्रह्म यद्यपि उच्चवाक्ये निर्दिष्टं तथापि प्राधान्येन ब्रह्मणः निर्देशः अवगन्तव्यः। कथमिदं ज्ञायते इत्युक्ते, मान्द्रवर्णिकं ब्रह्म गीयते। मान्द्रवर्णिकं ब्रह्म गीयते नाम मन्द्रवर्णे प्रकृतं यद् ब्रह्म तदेव गीयते। मन्द्रवर्णे प्रकृतं ब्रह्म किम् इत्युक्ते सत्यं ज्ञानम् अनन्तं ब्रह्म इति वाक्येन निर्दिष्टं ब्रह्म। तर्हि सत्यं ज्ञानम् अनन्तं ब्रह्म इति वाक्येन यतः ब्रह्म निर्दिष्टम्, उपनिषदः आदौ निर्दिष्टम्, अतः इदमेव ब्रह्म अग्रिमेषु प्रकरणेषु निरूपणीयमस्ति। अन्यथा किं स्यात्, ब्रह्म निरूपयामि इति आरब्धं ब्रह्मणः निरूपणं न कृतम् इति भवेत्। अतः तद् व्याहतं वचः भवति, तद् वचः व्याहतं भवति। अतः किं कर्तव्यं, ब्रह्म निरूपयिष्यामि इत्यारब्धा उपनिषत् ब्रह्मैव निरूपयेत् इति अस्ति खलु। तर्हि ब्रह्मणः स्वप्राधान्यं यदि स्यात् तदानीमेव इदं शक्यते। अन्यस्य कस्यचित् अङ्गत्वेन अवयवत्वेन यदि ब्रह्म निर्दिष्टं स्यात् तर्हि कथमिदं शक्यते। अतः सत्यं ज्ञानम् अनन्तं ब्रह्म इति वाक्ये प्रकृतं यद् ब्रह्म ब्रह्मणः निरूपणं करिष्यामि इति प्रकृतं यद् ब्रह्म तदेव ब्रह्म अत्रापि स्वप्राधान्येन निर्दिश्यते इत्यवश्यम् अभ्युपगन्तव्यम् इति अभिप्रायः अस्ति। चतुर्थं सूत्रं समाप्तं। पञ्चमं नेतरोनुपपत्तेः। इतरः न अनुपपत्तेः। इतरः आनन्दमयः। अत्र जीवः इति मया उक्तं खलु। आनन्दमयः यः जीवः सः अत्र प्राधान्येन प्रतिपाद्यो न। कुतः? अनुपपत्तेः। अनुपपत्तिः अत्र उच्यते। कस्य अनुपपत्तिः? जीवस्य अनुपपत्तिः उच्यते। जीवः आनन्दमयाख्यो यः जीवः, आनन्दमयः इति यः जीवः, सः जीवः अत्र न प्राधान्येन प्रतिपाद्यते। कुतः न प्राधान्येन प्रतिपाद्यते इति चेत् तस्य अनुपपद्यमानाः धर्माः श्रूयन्ते, तस्मिन् अविद्यमानाः धर्माः श्रूयन्ते। केचते धर्माः सो कामयत बहुस्यां प्रजायेति इत्यादयः धर्माः जीवे न भवन्ति किन्तु ब्रह्मण्येव भवन्ति इति कृत्वा, जीवे न भवन्ति इति कृत्वा तेषां धर्माणाम् अत्र अस्मिन् उपनिषदि सत्त्वात् जीवः अत्र प्राधान्येन प्रतिपाद्यते इति वक्तुं नैव शक्यते इति इदं पञ्चमं सूत्रं। न इतरः अनुपपत्तेः। अत्र इतर शब्देन जीवो ग्राह्यः। इतरः जीवः अत्र न प्राधान्येन प्रतिपाद्यते। कुतः? अनुपपत्तेः। अनुपपत्तिः नाम सर्वसृष्टृत्वाद्यनुपपत्तिः। जीवस्य सर्वसृष्टृत्वं, जगत्सृष्टिः जीवस्य कार्यं नास्ति खलु। अतः भेदव्यपदेशाच्च। भेदव्यपदेशः इत्युक्ते अस्माभिः ह्यः पठितं रसो वै सः रसं लब्ध्वा अयम् आनन्दी भवति इति कथयति। तर्हि रसं लब्ध्वा आनन्दी भवति इति कथनेन किं ज्ञायते? अयं जीवः रसं लब्ध्वा आनन्दी भवति। आनन्दी भवति नाम आनन्दं प्राप्नोति इति अर्थः। तर्हि रसपदेन किं विवक्षितम् इत्युक्ते ब्रह्म विवक्षितम्। तर्हि रसो वै सः, ब्रह्मैव रसः एव ब्रह्मपदेन उच्यते। तं रसं, ब्रह्माख्यं रसं लब्ध्वा अयं जीवः आनन्दी भवति इत्युक्तत्वादेव अत्र ब्रह्मापेक्षया भिन्नत्वेन अत्र जीवः प्रतिपाद्यते इति कृत्वा अत्र जीवस्य प्राधान्येन प्रतिपादनं नास्ति।
अग्रिमम् इदानीं भेदव्यपदेशात् चेत् सूत्रं समाप्तम्। अग्रे कामाच्च नानुमानापेक्षा इति सूत्रम्। इदं किञ्चित् आलोचनीयं। तत्र पूर्वम् आनन्दमयपदेन आनन्दमयो नाम ब्रह्मैव इति पूर्वमुक्तं खलु। वृत्तिकारमते उक्तम् आनन्दमयो नाम ब्रह्मैव इति वृत्तिकारः उक्तवान्। ततः एकं पूर्वपक्षम् एकं प्रश्नम् उत्थापयति कामाच्च नानुमानापेक्षा इति। तत्र पश्यतु इदं वाक्यं तु ब्रह्मानन्दवल्यां पठ्यते। ब्रह्मानन्दवल्याम् इदं वाक्यं पठ्यते। अस्मिन् ब्रह्मानन्दवल्याम् आनन्दमयपदमस्ति। तस्माद् वा एतस्माद् विज्ञानमयाद् अन्योन्तर आत्मानन्दमयः इति आनन्दमयपदमस्ति। किन्तु इतः अग्रे एकं प्रकरणमस्ति। एका वल्ली अस्ति। वल्ली इति पदं प्रयुज्यते, प्रकरणं न। अग्रे एका वल्ली अस्ति, भृगुवल्ली इति। तस्यां भृगुवल्यां यथा अन्नमयकोशाः निरूपिताः, अत्र पञ्चकोशाः निरूपिताः, तथैव पञ्चसोपानानि तत्रापि सन्ति। यदा पञ्चसोपानानि तत्रापि सन्ति, तत्र तु पञ्चमे सोपाने ब्रह्मैव प्रतिपादितम्। पंचमे सोपाने ब्रह्मैव प्रतिपादितम् आनंदो ब्रह्मेति व्यजानात् इति। तर्हि भृगुवल्ली अत्र आशंका का प्रश्नः कः क्रियते, आशंका का क्रियते इत्युक्ते अग्रिमवल्यां पंचमस्थाने पंचमे सोपाने ब्रह्म प्रतिपादितम्। तत्र सन्देहो नास्ति। आनंदो ब्रह्मेति व्यजानात् इति वाक्यमस्ति, ब्रह्म इति तत्र अस्ति। तर्हि पंचमे सोपाने ब्रह्मैव यतः प्रतिपादितं तद्वदेव अत्रापि पंचमे सोपाने ब्रह्मैव प्रतिपादितं। तदानीं सम्यक् भवति खलु। तत्र पञ्चसोपानानि सन्ति, तत्र पंचमे सोपाने ब्रह्मणः प्रतिपादनं कृतमस्ति। तर्हि तद्वदेव अत्रापि ब्रह्मणैव प्रतिपादनं क्रियतां। पञ्चसोपानानि अत्रापि सन्ति, तत्र पंचमे सोपाने यथा तत्र पंचमे सोपाने ब्रह्म प्रतिपाद्यते तथैव अत्रापि पंचमे सोपाने ब्रह्म प्रतिपाद्यताम् इति प्रश्नः अस्ति। एवम् आशंकायां कृतायां सूत्रकारः कथयति न अनुमानापेक्षा। कामाच्च इत्युक्ते कामाच्च नाम कामपदस्य आनन्दः इत्यर्थः। तर्हि आनन्दात् नाम भृगुवल्यां पठितः यः आनन्दशब्दः तस्य ब्रह्म अर्थः। अतः अत्र अपि ब्रह्मैव अर्थः भवतु आनन्दमयशब्दस्य इति प्रश्नः न कर्तव्यः। कुतः एवम् अनुमानं न कर्तव्यम्? कुतः अनुमानं न कर्तव्यम् इति कथयति। तत्र तु आनन्दशब्दः अस्ति। आनन्दशब्दः ब्रह्मणि प्रयुज्यते इत्यत्र न कोऽपि क्लेशः। आनन्दशब्दस्य ब्रह्मणि प्रयोगः श्रुत्यापि कृतः, बहुत्र क्रियते। यदेष आकाश आनन्दः इत्यादि स्थलेषु श्रुतौ आनन्दशब्दस्य ब्रह्मणि प्रयोगः बहुत्र अस्ति। किन्तु अत्र यदि आनन्दशब्दः स्यात् तर्हि ब्रह्मैव अर्थः इति वक्तुं शक्यते। किन्तु अत्र तु आनन्दशब्दो नास्ति, किन्तु आनन्दमयशब्दः अस्ति। आनन्दमयशब्दः विकारार्थकमयट् प्रत्ययः तत्र अस्ति। आनन्दमयशब्दे विकारार्थकमयट् अस्ति। तर्हि विकारार्थकमयट् प्रत्ययसत्वात् आनन्दविकारः इत्यर्थो ग्राह्यः। आनन्दविकारः इत्युक्ते तद् ब्रह्म न भवत्येव। कथं ब्रह्म भवति? नैव ब्रह्म भवति। अतः तत्र यद्यपि तत्र नाम भृगुवल्यां यद्यपि पंचमे स्थाने आनन्दशब्दः श्रूयते, नाम पंचमे स्थाने ब्रह्म श्रूयते, तद्वदेव अत्रापि ब्रह्मैव उच्यते इति वक्तुं शक्यते खलु इति शङ्कायां न तथा वक्तुं न शक्यते। केवलं पञ्चमस्थानापन्नत्वम् इति एकं स्वीकृत्य तथा न वक्तुं शक्यते। किन्तु किं कर्तव्यम् इत्युक्ते तत्र आनन्दशब्दः अस्ति, अत्र तु आनन्दमयशब्दः अस्ति इति अस्माभिः भेदेन ज्ञातव्यं। तथा च आनन्दशब्द आनन्दमयशब्दाभ्यां भेदात् आनन्दशब्देन ब्रह्म उच्यते, आनन्दमयशब्देन तु ब्रह्म न उच्यते। कुतः? विकारार्थक मयडन्तत्वात् तस्य विकारार्थकं मयट् श्रूयते, आनन्दविकारः इत्यर्थो भवति। तच्च न ब्रह्म। ब्रह्मणः ब्रह्म तु जन्यं नास्ति खलु, विकारत्वं नास्ति, नित्यं तद् ब्रह्म। अतः किं जातम् इत्युक्ते तत्र पञ्चमपर्याये ब्रह्म श्रूयते इत्येतावता अत्रापि ब्रह्म श्रूयते इति
इति वक्तुं नैव शक्यते इति कथयति सूत्रकारः कामाच्च नानुमानापेक्षा इति सूत्रेण। अस्य सूत्रस्य अर्थः एवं वर्णनीयः। अग्रिमं सूत्रम् अस्मिन् अस्य च तद् योगं शास्ति इति सूत्रम्। तत्र ब्रह्मपुच्छं प्रतिष्ठा इति वाक्येन ब्रह्म प्रतिपाद्यते इत्युक्तं। न केवलं ब्रह्म प्रतिपाद्यते किन्तु ब्रह्मणः स्वप्राधान्येन प्रतिपादनम् अस्ति इत्यपि उक्तम्। किन्तु इदं ब्रह्मणः स्वप्राधान्येन प्रतिपादनम् इत्युक्ते कस्य ब्रह्मणः इति भवति शङ्का। किम् अस्माकं ब्रह्मद्वयम् अस्ति वा इति चेत् अस्ति खलु। सगुणं ब्रह्म निर्गुणं ब्रह्म इति ब्रह्मणः प्रकारद्वयम्। यद्यपि एकमेव ब्रह्म तथापि उपाधिभेदेन उपाधिसत्त्व असत्त्वाभ्याम् एकस्यैव ब्रह्मणः सगुणत्वं निर्गुणत्वं च भवति। तर्हि ब्रह्मणः स्वप्राधान्येन प्रतिपादनम् अस्तु नाम चिन्ता नास्ति, किन्तु ब्रह्मणः स्वप्राधान्येन प्रतिपादनेपि किमिदं ब्रह्म अत्र प्रतिपाद्यते इति शङ्कायां सगुणमेव ब्रह्म अत्र प्रतिपाद्यते। हिरण्यगर्भो वा ईश्वरो वा यत्किञ्चित् सगुणमेव ब्रह्म अत्र प्रतिपाद्यते। तथा च इदं सगुणब्रह्म प्रकरणम् इति उच्यताम् इति एवम् आशङ्कायाम् एवं प्रश्ने उच्यते अस्मिन् अस्य च तद् योगं शास्ति। अस्मिन् नाम ब्रह्मपुच्छं प्रतिष्ठा इति वाक्येन यद् ब्रह्म उक्तं तद् ब्रह्म तस्मिन् ब्रह्मणि अस्य नाम जीवस्य यः एतादृश ब्रह्म साक्षात्कारं ब्रह्मज्ञानं प्राप्नोति तस्य जीवस्य योगं शास्ति। योगं नाम तादात्म्यम् अभेदः। तादृश अभेदं शास्ति शास्त्रं। शास्त्रं शास्ति नाम श्रुतिवाक्यं शास्ति। तर्हि किं जातं? जीवब्रह्मणोः अभेदः अत्र उच्यते इति। तदर्थं वाक्यमपि उक्तं खलु। ह्यः उक्तम् एतस्मिन् अदृश्ये अनात्म्ये अनिरुक्ते अनिलयने अभयं प्रतिष्ठां विन्दते इत्युक्तं। तर्हि अन्ततो गत्वा एतादृश वाक्य अनेन वाक्येन जीवब्रह्मणोः ऐक्यं प्रतिपाद्यते इति ज्ञायते। यदि जीवब्रह्मणोः ऐक्यं प्रतिपाद्यते तर्हि जीवस्य ब्रह्मणा सह ऐक्यम् इत्युक्ते केन ब्रह्मणा सह ऐक्यं? सगुणब्रह्मणा सह ऐक्यं वा? नास्ति खलु। ईश्वरेण सह ऐक्यं न उच्यते खलु, किन्तु निर्गुणब्रह्मणा सह ऐक्यम् उच्यते। जीवस्य निर्गुणब्रह्मणा सह ऐक्यम् उच्यते। अतः तादृश सगुणब्रह्मणः अत्र प्रतिपादनं यदि क्रियेत तर्हि किं स्यात् इत्युक्ते इदं यद् अभेदबोधनं शास्त्रस्य तद् न युक्तं स्यात्। तर्हि यस्मात् अभेदो बोध्यते अतः जीवब्रह्मणोः अभेदः यतः बोध्यते अतः ब्रह्म अत्र निर्गुणमेव ब्रह्म अत्र ग्राह्यम् इति अस्मिन् अस्य च तद्योगं शास्ति इति सूत्रस्य अर्थः। एवं रीत्या प्रायः आनन्दमयाधिकरणे सर्वाण्यपि सूत्राणि व्याख्यातानि। भाष्यकारैः सूत्रत्रयमेव सूत्रत्रयव्याख्यानमेव प्रदर्शितं। व्याख्याकारैः सूत्राणाम् अर्थस्तु उक्त एव अस्ति। तदनुसारेण सूत्राणां सर्वेषामपि अर्थः अत्र उक्तः। अस्माभिः त्रिधा विभज्य ज्ञेयमिदम् इति उक्तम्। आदौ तु वृत्तिकारमतरीत्या योजनम्, अनन्तरं वृत्तिकारमतस्य खण्डनम्, अनन्तरं सिद्धान्तः नाम भाष्यकारमतरीत्या कथम् अधिकरणं स्यादिति। तत्र पूर्वपक्षः सिद्धान्तः अस्माभिः उक्तः ब्रह्मणः स्वप्राधान्येन प्रतिपादनम् इति सिद्धान्तः। अनन्तरं ब्रह्मणः स्वप्राधान्येन प्रतिपादनं नास्ति इति पूर्वपक्षः। विषयवाक्यं तदेव, विषयवाक्ये भेदो नास्ति। पूर्वोक्तमेव विषयवाक्यं, विषयः अपि तथैव। पूर्वपक्षः सिद्धान्तश्च एकैकः कोटिः भवति। नाम किं ब्रह्मणः स्वप्राधान्येन प्रतिपादनम् अस्ति न वा इति संशयः। ब्रह्मणः स्वप्राधान्येन प्रतिपादनं नास्ति इति पूर्वपक्षः, अस्ति इति सिद्धान्तः। इत्येवं सर्वेपि अंशाः इदानीम् आनन्दमयाधिकरणे व्याख्याताः। इदानीम् इतोपि एकम् अधिकरणम् उक्तमस्ति, तदपि अधिकरणम् आरभ्यते। इतोपि सहकार्यन्तरविध्यधिकरणम् इति एकम् अधिकरणं। तत्र इदम् अधिकरणं
तृतीयाध्यायस्य चतुर्थे पादे अस्ति। तृतीयाध्यायस्य चतुर्थे साधनाध्यायस्य चतुर्थे पादे चतुर्दशमिदम् अधिकरणम्। अत्र बृहदारण्यकवाक्यमेकं विषयः। आनन्दमयाधिकरणं सर्वांशेन त्यक्तव्यं, नूतनम् अधिकरणम् आरभ्यते। बृहदारण्यकवाक्यमेकं विषयः। अत्र तस्मात् ब्राह्मणः पाण्डित्यं निर्विद्य बाल्येन तिष्ठासेत्, बाल्यं च पाण्डित्यं च निर्विद्याथ मुनिः, अमौनं च मौनं च निर्विद्याथ ब्राह्मणः इति वाक्यं विषयः। अत्र ब्राह्मणः इति पदं ब्रह्मज्ञानवान् इत्यर्थे। ब्रह्मज्ञानं येन प्राप्तमस्ति सः ब्राह्मणः, ब्रह्मज्ञानवान् इत्यर्थः। ब्रह्मसाक्षात्कारं यः प्राप्तवान् सः। कथं सः ब्रह्मसाक्षात्कारं प्राप्तवान् इति कथयति श्रुतिः। पाण्डित्यं निर्विद्य बाल्येन तिष्ठासेत्। पाण्डित्यं नाम श्रवणम्। इदं श्रुतं स्यात् खलु। श्रवणं मननं निदिध्यासनम् इति त्रयम् अस्माकं साक्षात्कारार्थं सहकारी कारणानि सन्ति। तत्र श्रवणमपि अपेक्षितं, मननमपि अपेक्षितं, निदिध्यासनमपि अपेक्षितं। तत्र पाण्डित्यम् इति पदमस्ति। तस्य पाण्डित्यम् इति पदस्य श्रवणम् इत्यर्थः। बाल्येन तिष्ठासेत्, बाल्यम् इति पदस्य मननम् इत्यर्थः। मुनिः, मुनिः इत्यस्ति। मुनिः नाम मौनं नाम निदिध्यासनम् इत्यर्थः। तत्र संशयः मौनं विधीयते न वा इति। इदं वाक्यम् इतोपि परिशीलनीयं। पाण्डित्यं निर्विद्य बाल्येन तिष्ठासेत्, बाल्यं च पाण्डित्यं च निर्विद्याथ मुनिः, अमौनं च मौनं च निर्विद्याथ ब्राह्मणः इति वाक्यं। तत्र पाण्डित्यं, बाल्यं, मौनम् इति त्रयं विहितमस्ति। पाण्डित्यं नाम श्रवणं, बाल्यं नाम मननं, मौनं नाम निदिध्यासनम्। इदं त्रयम् अत्र गृहीतं। पाण्डित्यं नाम श्रवणं, बाल्यं नाम मननं, मौनं नाम निदिध्यासनम् इति त्रयं गृहीतम्। एतादृश श्रवणमनननिदिध्यासनादिकं यः अनुतिष्ठति सः ब्राह्मणो भवति। ब्राह्मणो भवति नाम ब्रह्मज्ञानं प्राप्नोति इति अर्थः। अत्र संशयः अस्मिन्नपि अधिकरणे अस्माभिरुक्तरीत्या विषयवाक्यं, विषयः, पूर्वपक्षः, उत्तरपक्षः इत्यादिकं परिशीलनीयं। तत्र विषयवाक्यम् इदानीम् अस्माभिः दृष्टम्। इतः परम् अस्माभिः संशयो द्रष्टव्यः। संशयः कः? एतद् वाक्यं श्रुत्वा अस्माकं कश्चित् संशयो जायते। कः सः संशयः इत्युक्ते मौनं विधीयते न वा इति संशयः। पश्यन्तु, एवमस्ति। अथ मुनिः इत्यस्ति खलु। अथ मुनिः इत्यत्र मुनिः नाम मौनवान् इत्यर्थः। यस्य सविधे मौनमस्ति सः मुनिः। तर्हि मुनिः इत्युक्तं खलु। तर्हि मौनम् अत्र विधीयते न। विधानं नाम मौनं कर्तव्यतया बोध्यते वा, मौनं कर्तव्यमेव इति श्रुतिः कथयति वा इति संशयः। किं तावत् प्राप्तं? मौनं कर्तव्यम् इति न वदति श्रुतिः। मौनं न विधीयते। कुतः इत्युक्ते अस्माभिः विधिः अस्ति न वा इति कथं ज्ञायते? विधिः अस्ति, क्वचित् स्थले विधिरस्ति वा न वा इति कथं ज्ञायते इत्युक्ते विधायकप्रत्ययस्य प्रयोगः कर्तव्यः। लोट् अथवा तव्यप्रत्ययः इत्यादिकं यदि अस्ति तर्हि अस्माभिः ज्ञायते विधिरस्ति तत्र इति। पश्यन्तु, गाम् आनयति इत्युक्तं चेत्, गाम् आनयति इत्युक्तं चेत् तत्र विधिर्नास्ति। यतः सा क्रिया तु सिद्धा। तत्र कश्चन गाम् आनयति, तद् अनेन दृष्टं, सः कथयति गाम् आनयति। गाम् आनयति इति वाक्यं श्रुत्वा गाम् आनेतुं न प्रवर्तते, कोऽपि न प्रवर्तते। किन्तु अहं वदामि गाम् आनयतु इति। गाम् आनयतु इति यदा वदति तदानीं प्रवर्तते। गत्वा गाम् आनयति अथवा घटम् आनयति, पटं वा आनयति। तर्हि अस्माभिः किं ज्ञायते? गाम् आनयति इति वाक्यं श्रुत्वा अथवा पुस्तकम् आनयति इत्युक्त्वा
छात्रः तूष्णीं भवति, पुस्तकम् आनयतु इति यदा अध्यापकः कथयति तदानीं छात्रः गत्वा पुस्तकम् आनयति इति दृष्टमस्ति खलु। तर्हि आनयति इत्युक्ते पुस्तकं नानयति, आनयति इत्युक्ते पुस्तकं नानयति, आनयतु इत्युक्ते पुस्तकम् आनयति इति अस्माभिः दृष्टमस्ति। तर्हि तत् किम् इत्युक्ते एकं तु इति अधिकमस्ति। तर्हि लोट् प्रत्ययः विधिं बोधयति, प्रवर्तकं तत्, प्रवृत्तिं जनयति, तत् अवगतं स्यात् इति भाति। तर्हि तद्वदेव अत्र विधीयते न वा इति सन्देहे न विधीयते इति प्राप्तं। पूर्वपक्षकः न विधीयते, मौनं न विधीयते। कुतः मौनं न विधीयते इत्युक्ते विधायकप्रत्ययः यत्र अस्ति तत्रैव खलु विधिः। इदानीम् उक्तरीत्या पुस्तकम् आनयति इत्युक्ते विधिर्नास्ति, यतः विधायकप्रत्ययो नास्ति, लोट् नास्ति, तव्यप्रत्ययो नास्ति, अथवा पुस्तकम् आनेतव्यम् इति कथयति, तर्हि तव्यप्रत्ययः अस्ति, पुस्तकम् आनयति इति वक्तुं शक्यते। किन्तु अत्र तु किं श्रूयते, अथ मुनिः इति श्रूयते। अथ मुनिः इत्युक्ते किं, मुनिः मौनं सम्पादयेत् इति नास्ति, मौनं कर्तव्यम् इति नास्ति, मौनं करोतु इति नास्ति। तर्हि विधिप्रत्ययः अत्र नास्ति इति ज्ञायते। तर्हि विधिप्रत्ययः यदि नास्ति तर्हि कथं विधातव्यं, कथं विधातुं शक्यते, न विधातुं शक्यते। अतः किं पूर्वपक्षकः न विधीयते, विधिः अत्र नास्ति, मौने विधिर्नास्ति इति। तत्र पूर्वं पश्यतु, बाल्येन तिष्ठासेत् इति अस्ति, बाल्येन तिष्ठासेत् इति अस्ति खलु, तत्र विधिरस्ति। तिष्ठासेत् इत्युक्ते विधिप्रत्ययः सः, तर्हि बाल्येन तिष्ठासेत् इत्युक्ते तत्र विधिरस्ति। अथ मुनिः इत्यत्र तथा विधिप्रत्ययः न श्रूयते, अतः मुनिः इत्यत्र मौनं न विधीयते इति प्राप्तम्। किञ्च क्वचित् विधिप्रत्ययाभावेपि यदि पूर्वं वाक्यान्तरेण अथवा मानान्तरेण अयं विषयः यदि न लब्धः तर्हि विधातुं शक्यते इति कश्चित् न्यायः मीमांसायाम् अस्ति। यद्यपि विधिविभक्तिः न श्रूयते तथापि अयं विषयः नूतनतया अस्मिन् प्राप्यते, अस्मिन् प्रकरणे नूतनतया उच्यमानमस्ति इति यदि अस्ति तर्हि तत्र विधिप्रत्ययाभावेपि तद् विधातव्यम् इति ज्ञायते इति मीमांसायाम् अस्ति। तद्वदेव अत्र भवतु इति शङ्कायां तत्र कथयति, इदं पूर्वमेव प्राप्तमस्ति, मानान्तरेण यदि न प्राप्तं स्यात् तर्हि अस्माभिः अत्र विधातुं शक्यते। मानान्तरेण प्राप्तं, मानान्तरेण नाम पदान्तरेण प्राप्तं। किं तत् पदम् इत्युक्ते अत्र पश्यतु, पूर्वं पाण्डित्यं निर्विद्या इत्यस्ति। तर्हि पाण्डित्यं निर्विद्या इत्यत्र पाण्डित्यं नाम किम्, श्रवणं, पाण्डित्यं नाम श्रवणं, बाल्यं नाम मननं, मौनं नाम निधिध्यासनम् इत्युक्तं। तर्हि तत्र पाण्डित्यम् इति वाक्येनैव मौनं प्राप्तं, ज्ञानं प्राप्तं। मौनं नाम किं, ज्ञानमेव खलु। मौनं नाम किं, मन अवबोधने इति धातोः निष्पन्नः शब्दः। मन ज्ञाने, मन अवबोधने इति धातुः। तर्हि मन ज्ञाने इति धातोः निष्पन्नशब्दश्चेत् मौनं नाम ज्ञानं, मुनिः नाम ज्ञानवान् इति लभ्यते। तर्हि ज्ञानवान् इत्येव लभ्यते। इदं ज्ञानं तु पाण्डित्यमिति पदेनैव उक्तं, पाण्डित्यमिति पदेनैव ज्ञानमपि उक्तं। तर्हि पाण्डित्यमिति पदेनैव ज्ञानमपि उक्तम् इति कृत्वा मौनपदेन ज्ञानं पृथक् न वक्तव्यं, पृथक् न विधातव्यं, पूर्वमेव प्राप्तत्वात् इति कृत्वा यतः पूर्वं प्राप्तिरस्ति अतः मौनं न विधीयते। यदि वा अत्र विधिविभक्तिरेव नास्ति अतः मौनं न विधीयते। यदि वा अत्र विधिविभक्तिः अस्तु वा मास्तु वा इदं पूर्वमेव लब्धमस्ति अतोपि न विधातव्यम् इत्येवं पूर्वपक्षः। अस्मिन् अधिकरणे एवं पूर्वपक्षः प्राप्तः। पूर्वपक्षे प्राप्ते सिद्धान्तं कथयति, सहकार्यन्तरविधिः पक्षेण तृतीयं तद्वतो विद्यादिवत्। इदं बृहत् सूत्रं पठनीयं। सहकार्यन्तरविधिः पक्षेण तृतीयं तद्वतो विद्यादिवत् इति।
तत्र किं कथयति इत्युक्ते मौने विधिरस्ति। मौने विधिरस्ति। कथं मौने विधिरस्ति इत्युक्ते विधिप्रत्ययः सर्वत्र श्रोतव्यः इति नास्ति। विधिप्रत्ययः सर्वत्र श्रूयेत इति नास्ति। मीमांसकानां मते विधिप्रत्ययः यत्र न श्रूयते तत्रापि विधिः स्वीकृतः अस्ति बहुत्र। तद्वदेव अथ मुनिः इत्यत्रापि यद्यपि विधिप्रत्ययः न श्रूयते तथापि इदम् अङ्गीकर्तुं शक्यते। अत्र विधायकत्वम् अथवा विधिविषयत्वं विध्यर्थत्वम् अङ्गीकर्तुं शक्यते इत्युक्ते। ननु तथा वक्तुं न शक्यते इति पूर्वमेव उक्तं खलु अस्माभिः। यतः पूर्वम् इदं प्राप्तमेव अस्ति। पूर्वं न प्राप्तं चेत् विधातुं शक्यते इति समीचीनं, किन्तु इदं पूर्वं प्राप्तमेव अस्ति खलु। पूर्वं प्राप्तं चेत् कथं विधीयते इति शङ्का स्यात्। तत्र इदं वक्तव्यं। मया पूर्वं किम् उक्तं, मन अवबोधने अथवा मन ज्ञाने इति धातोः निष्पन्नम् इदं पदम् इति उक्तमासीत्। किन्तु तथा वक्तुं न शक्यते। यतः यद्यपि मन ज्ञाने मन अवबोधने इति धातोः निष्पन्न एव शब्दः यद्यपि, तथापि लोके मुनिः इति कम् उद्दिश्य वाक्यं प्रयुङ्क्ते अथवा पदं प्रयुङ्क्ते। मुनिः इति कं पुरुषम् उद्दिश्य मुनिः इति पदं प्रयुङ्क्ते जनः इति शङ्का स्यात्। पश्यन्तु, कस्यचित् पुरुषस्य किञ्चित् ज्ञानमस्ति इत्येतावता सः मुनिः इत्युच्यते वा? नास्ति खलु। वयं सर्वेपि मुनयो भवामः तर्हि। सर्वेषां ज्ञानं किञ्चित् अस्ति एव, किञ्चित् ज्ञानं तु सर्वेषाम् अस्ति एव इति कृत्वा किञ्चित् ज्ञानमस्ति इत्येतावता मुनिः इति वक्तुं न शक्यते इति तु अस्ति। तर्हि मुनिपदं सामान्यतः किञ्चित् ज्ञानमस्ति इत्येतावता न प्रयुज्यते, किन्तु तत्र विशिष्य किञ्चित् ज्ञानविशेषम् उपलक्ष्य एव प्रयुज्यते इति ज्ञायते। नाम तत्र किमुच्यते, ज्ञान अतिशयः। केवलं यत्किञ्चित् ज्ञानं न, ज्ञानस्य कश्चित् अतिशयः अथवा बह्वर्थज्ञानवान् योगनिष्ठः यः जनः, योगनिष्ठः निदिध्यासनादिषु अग्रगण्यः ज्ञान अतिशयवान् यः जनः, तादृशं जनम् अस्माभिः पुरतः कृत्वैव इदम् उच्यते। किम् उच्यते? एतादृश मुनिशब्दप्रयोगं वयं कुर्मः इति ज्ञायते। तर्हि केवलं ज्ञानं मुनिशब्दार्थो न, अथवा केवलज्ञानवान् न मुनिशब्दार्थः, केवलज्ञानवान् न मुनिशब्दार्थः, किन्तु किञ्चित् ज्ञानातिशयवान् अथवा ज्ञानस्य कश्चित् अतिशयः अपेक्षिते। प्रयत्नं कृत्वा संस्कारेण सम्पाद्यमानं यत् ज्ञानं तस्य कश्चित् अतिशयः अस्माकम् अपेक्षते। तादृश अतिशयः यस्मिन् पुरुषे अस्ति, योगनिष्ठश्च यः पुरुषः, तस्यैव पुरुषस्य मुनिः इति नाम। लोके तथा प्रयुज्यते। यं कञ्चित् पुरुषं मुनिः इति न प्रयुज्यते। अतः इदं पूर्वं न प्राप्तं। पाण्डित्यशब्देन किं प्राप्तं? केवलं ज्ञानं प्राप्तं। मुनिशब्दस्य ज्ञान अतिशयः अर्थः। अतः अनयोः साम्यं नास्ति। अन्यः अर्थः पाण्डित्यशब्दस्य, अन्यः अर्थः मुनिशब्दस्य इति कृत्वा पाण्डित्यशब्देन प्राप्तिर्नास्ति इति कृत्वा प्राप्त्यभावादेव अपूर्वत्वात् विधिः एष्टव्यः। इतः परम् इयं सिद्धान्तः मया पूर्वपक्षोऽपि उक्तः, सिद्धान्तः उक्तः, विषयवाक्यं परामृष्टं, संशयश्च उक्तः। सूत्रं योजनीयं। तथा च मया पूर्वमपि उक्तं, मुनिपदेन किम् उच्यते इत्युक्ते मौनम् इत्युक्ते निदिध्यासनं विवक्ष्यते। तादृशं निदिध्यासनम् अपूर्वत्वाद् विधेयम् इत्यपि इदानीं सिद्धान्तः उक्तः। पाण्डित्यशब्दस्य केवलं ज्ञानमर्थः, अस्य तु ज्ञान अतिशयः अर्थः, तस्य निदिध्यासनम् अर्थः इत्युक्तम्। इदं च निदिध्यासनम् अपूर्वत्वाद् विधीयते इत्यपि उक्तम्। एवं खलु। इदानीं योजनीं सूत्रस्य अर्थः कः? सहकार्यन्तरविधि पक्षेण तृतीयं तद्वदो विद्यते। पञ्चपदानि सन्ति, क्लिष्टानि सन्ति, तस्य अर्थः कः इति किञ्चित् विवरणीयमस्ति। सहकार्यन्तरविधिः, सहकार्यन्तरं नाम ज्ञानस्य ब्रह्मसाक्षात्कारस्य यत् सहकारी भूतं
श्रवणं मननं निदिध्यासनं च तत्र एकं सहकार्यन्तरं निदिध्यासनरूपं सहकार्यन्तरं विधीयते सहकार्यन्तरविधिः सहकार्यन्तरं विधीयते तत्र निदिध्यासनमेव विधीयते इति कथं ज्ञायते तृतीयम् इत्यस्ति श्रवणं मननं निदिध्यासनम् इति त्रयं तत्र तृतीयं तु निदिध्यासनम् अतः निदिध्यासनं यत् तृतीयं तत् विधीयते इति कथं विधीयते विद्यादिवत् विद्यादिः इति पदं विद्यादिः इति पदं विद्यादिपदस्य विद्यादिः इति पदस्य प्रधानमित्यर्थः मीमांसायाम् इदं मीमांसकबहुलं मीमांसा बहुलम् इदम् अधिकरणम् अत्र मीमांसायां प्रधानम् अङ्गम् इति भेदः अस्ति यः मुख्यः यागः अनुष्ठेयः सः प्रधानम् इत्युच्यते यथा दर्शपूर्णमासयागः इत्युक्ते सः प्रधानयागः तस्य दर्शपूर्णमासयागस्य अंगानि भवन्ति अप्रधानानि यागानि भवन्ति कानिचन यागानि पूर्वम् उत्तरं च भवन्ति तानि अंगानि इति उच्यन्ते एवं स्थितिरस्ति तत्र विद्यादिपदं मुख्यं प्रधानयागम् अभिधत्ते विद्यादिः इति विद्यादिपदं मुख्यं प्रधानयागम् अभिधत्ते तर्हि विद्यादिपदस्य प्रधानयागः इत्यर्थः प्रधानयागे विद्यादिवद् इत्युक्ते प्रधानयागे यथा अंगानि विधीयन्ते तथा ब्रह्मसाक्षात्कारार्थं सहकार्यन्तर श्रवण मनन निदिध्यासनादीनि विधीयन्ते इति सूत्रार्थः विद्यादिवत् इति भागस्य अयमर्थः विद्यादिः नाम प्रधानमित्यर्थः प्रधानस्य कृते यथा अंगानि विधीयन्ते अंगयागानि विधीयन्ते अंगकर्माणि विधीयन्ते तथा ब्रह्मसाक्षात्कारार्थं सहकार्यन्तरं तृतीयं विधीयते किं निदिध्यासनं तृतीयं विधीयते इति अर्थः इतोपि अस्ति पक्षेण तद्वतः तद्वतः इत्यस्ति तद्वतः इति एकं पदमस्ति तद्वतः इत्युक्ते तद्वान् तद् यस्य अस्ति इति तद्वान् तद् यस्य अस्ति तद् नाम किं ज्ञानं तर्हि ज्ञानवतः श्रवणं येन कृतमस्ति तस्य पुरुषस्य स च सन्न्यासी अपि स्यात् इति भाष्यकारैः लिखितं तर्हि सन्न्यासिनः इत्यर्थः तर्हि सन्न्यासी यः सन्न्यासं स्वीकरोति सः श्रवणमनननिदिध्यासनादिकं ब्रह्मसाक्षात्कारार्थं कुर्यात् इति अभिप्रायः तद्वतः इत्यस्य सन्न्यासिनः इत्यर्थः पक्षेण इत्यस्ति पक्षेण नाम तत्र इतोपि मीमांसायां नियमविधि परिसंख्याविधि इत्यादिरस्ति तत्र अपेक्षितम् अंशं वदामि नियमविधिः इत्यस्ति तत्र यदा एकस्य कार्यस्य निर्वर्तनार्थम् एकं कार्यं निर्वर्तयितुम् एकं कार्यं सम्पादयितुं यदा कारणद्वयं प्राप्नोति इदं कार्यम् एवमपि कर्तुं शक्यते एवमपि कर्तुं शक्यते इत्यस्याम् अवस्थायाम् एवमेव कर्तव्यम् इति एकं मार्गं नियमयति यदा तदानीं नियमविधिः इत्युच्यते तदानीं किं स्यात् इत्युक्ते एकस्यैव अयमेव मार्गः स्वीकर्तव्यः न अयम् इति अन्यस्य वारणं क्रियते एकस्य स्वीकारः क्रियते तदर्थं किं स्यात् अन्यस्य वारणं कर्तव्यं चेत् अन्येनापि कर्तुं शक्यते इति प्राप्तव्यम् इदमेव पाक्षिकप्राप्तिः पाक्षिक अप्राप्तिः इति पदेन व्यवह्रियते तर्हि यदा एकं देशं प्रति यदि वयं गच्छामः तर्हि मार्गद्वयमस्ति इति चिन्तयामः मार्गद्वयं यदा अस्ति तदानीम् अनेनापि मार्गेण गन्तुं शक्यते अनेनापि मार्गेण गन्तुं शक्यते यदि तर्हि तत्र एक एव मार्गः स्वीकर्तव्यः इति नियम्यते खलु अनेनैव मार्गेण गच्छेत् न अन्यस्मिन् मार्गे इति यदा उच्यते तदानीं तदर्थमेव नियमविधिः उच्यते नियमविधिरेव पक्षेण इति पदेन नियमविधिरेव उच्यते तर्हि श्रवणं मननं निदिध्यासनं च यदा कर्तुम् आरभते
तदानीं जनाः किं करोति? श्रवणं मननं निदिध्यासनं च कर्तुम्, अथवा निदिध्यासनम् एकं स्वीकुर्मः। निदिध्यासनं कर्तुं यदा प्रवर्तते तदानीं निदिध्यासनं कर्तुं जनानाम् आलस्यं भवति, अथवा सन्न्यासिनः यदा आलस्यं भवति, अन्यत्र व्यापारः यदि भवति तर्हि निदिध्यासनं कदाचित् सन्न्यासी न करोति। यदा वयं पठामः तदानीं पठनार्थं पुस्तकं यदा उद्घाट्यते तदानीं मोबैल् पश्यति। तर्हि मोबैल् यदा पश्यति तदानीं मोबैल् न द्रष्टव्यम्, अस्माभिः पठनीयमेव इदानीम् इति नियमः कर्तुं शक्यते खलु। तद्वदेव यदा अन्यत्र मनः प्रवर्तते तदानीं तादृश मनः प्रवृत्तिं सर्वामपि वारयित्वा निदिध्यासनमेव कर्तव्यम्, अथवा श्रवणमेव कर्तव्यं, मननमेव कर्तव्यं। किमर्थं? ब्रह्मसाक्षात्कारार्थं श्रवणमेव कर्तव्यं, निदिध्यासनमेव कर्तव्यम् इति नियमः क्रियते। इत्येवं तादृश नियमकरणार्थमेव पक्षेण इति पदं तत्र उक्तमस्ति। तथा च प्रायः सूत्रस्य अर्थो जातः। सहकार्यन्तरविधिः पक्षेण तृतीयं तद्वतो विद्याद्वत्। सर्वाणि सूत्राक्षराणि व्याख्यातम्। इदानीम् इदं च कस्य कृते विधीयते? अग्रिमं सूत्रम् आरभ्यते। इदं च कस्य कृते विधीयते इत्युक्ते सन्न्यासिनः विधीयते इत्युक्ते। यतः सन्न्यासी एव क्रमेण श्रवणं मननं निदिध्यासनं च अनुष्ठाय ब्रह्मसाक्षात्कारं सम्पादयति इत्यस्ति खलु। तर्हि शङ्का स्यात्, ब्रह्मसाक्षात्कारं सम्पादयति इत्यस्तु सन्न्यासी, तर्हि स एव श्रेष्ठः अन्यापेक्षया। ब्रह्मज्ञानी खलु श्रेष्ठः। तर्हि ब्रह्मज्ञानी श्रेष्ठश्चेत् किमर्थं छान्दोग्योपनिषदि अन्ते गृहस्थेन उपसंहारः कृतः? तर्हि गृहस्थेन उपसंहारः कृतः अस्ति छान्दोग्योपनिषदि अन्ते। तर्हि गृहस्थेन उपसंहारः कुतः कृतः इत्युक्ते कुतः कृतः? न कर्तव्यमासीत्। कुतः? गृहस्थेन उपसंहारः कृतश्चेत् गृहस्थ एव श्रेष्ठः, तस्यैव आदरविशेषः अस्ति इति ज्ञायते खलु। तर्हि किन्तु अयं यः ब्रह्मज्ञानी सन्न्यासी स एव श्रेष्ठः इति तु अवगन्तव्यमेव, तस्यैव ब्रह्मसाक्षात्काराद्यस्ति। अतः कुतः गृहस्थेन उपसंहारः कृतः इति शङ्का भवति। तत्र उच्यते कृत्स्नभावात् तु गृहिणा उपसंहारः। कृत्स्नभावात् इत्यस्ति। कृत्स्नभावो नाम तस्य गृहस्थस्य बहूनि कर्माणि सन्ति। अग्निहोत्रादीनि बहूनि कर्माणि गृहस्थेन अनुष्ठेयानि सन्ति। यतः अग्निहोत्रादीनि बहूनि कर्माणि गृहस्थेन अनुष्ठेयानि सन्ति, अस्माकं कर्म कर्तुमेव आलस्यमस्ति, किन्तु गृहस्थश्चेत् अत्यन्तं कर्म जटिलता तस्य स्यादिति कृत्वा सः सर्वमपि आलस्यं परित्यज्य अग्रे व्युत्थाय कर्म कुर्यात् खलु। तर्हि सः श्रेष्ठ एव। तादृशकर्मकर्ता यः अस्ति, कर्मठः यः अस्ति लोकः, सः अत्यन्तं श्रेष्ठ एव अस्ति इति कृत्वैव तादृश कृत्स्नभावः नाम बहूनि कर्माणि सन्ति। इतोपि केवलं कर्माणि न, गृहस्थेन इतोपि कर्तव्यानि कार्याणि सन्ति। किम् इत्युक्ते अनृतपरिवर्जनादिकम्। अनृतं न वक्तव्यं, सत्यमेव वक्तव्यम् इत्यादयः ये नियमाः सन्ति, सः नियमस्तु न केवलं ब्रह्मचारिणः किन्तु गृहस्थस्यापि अस्ति। गृहस्थः यः अस्ति सोऽपि तथैव आचरेत्, तथैव नियमादिकं परिपालयेत् इत्यस्ति। तर्हि यतः तथा नियमादिकं तथा परिपालयेदिति, अत एव किम् इत्युक्ते गृहस्थस्य तथा कर्माण्यपि कर्तव्यानि, तत्र अनृतपरिवर्जनादिकमपि कर्तव्यम् इति कृत्वा तादृशगृहस्थस्य आदरविशेषं सूचयितुं तत्र छान्दोग्योपनिषदि अन्तिमभागे गृहस्थेन उपसंहारो विहितः इति ज्ञायते। इदं द्वितीयं सूत्रम्। इतः परं तृतीयं सूत्रम्, अन्तिमं सूत्रम् अस्य अधिकरणस्य मौनवदितरेषामपि उपदेशात् नाम इदानीं प्रथमसूत्रे श्रवणमनननिधिध्यासनादीनि विहितानि सन्ति सन्न्यासिनः कृते। तद्वतः इत्युक्तं खलु। तद्वतः नाम सन्न्यासिनः। तर्हि सन्न्यासिनः कृते श्रवणमनननिधिध्यासनादीनि उक्तानि सन्ति। द्वितीयसूत्रेण तु गृहस्थस्य श्रेष्ठता अस्ति, अन्यापेक्षया गृहस्थस्य एकया दृष्ट्या श्रेष्ठता उत्कर्षः अस्ति इत्यपि निरूपितम्। तर्हि
द्वयमेव अस्ति, आश्रमद्वयमेव अस्ति, गृहस्थः सन्यासी, अन्यः कोऽपि आश्रमो नास्ति इत्युक्तं स्यात्। यतः अन्यस्य कस्यापि आश्रमस्य निरूपणं नास्ति वा, निरूपणमपि नास्ति आश्रमोऽपि नास्ति इति वा, आश्रमद्वयं नास्ति वा इति शङ्कायाम् आश्रमद्वयम् इतोपि अस्ति इति सूचनार्थं तृतीयं सूत्रं। किं तत् तृतीयं सूत्रम् इत्युक्ते मौनवत् इतरेषामपि उपदेशात्, मौनवत् इतरेषामपि उपदेशात्, नाम मौनम् इत्युक्ते सन्यासी, मौनं नाम सन्यासी, मौनी नाम सन्यासी, मुनिः मौनी इत्युक्ते तादृश निदिध्यासनादिकं यः करोति सः मौनी, सः सन्यासी। मौनवत् सन्यासिवत् इतरेषामपि उपदेशः, इतरेषां नाम किं, ब्रह्मचर्याश्रमः वानप्रस्थाश्रमः, अनयोः ब्रह्मचर्यवानप्रस्थाश्रमयोरपि उपदेशः अस्ति। तर्हि कथमस्ति तद् वाक्यं प्रदर्शयति, तप एव द्वितीयः, ब्रह्मचार्याचार्युकुलवासी तृतीयः इति। तत्र तप एव द्वितीयः इत्युक्तं। तप एव द्वितीयः इत्यनेन वानप्रस्थाश्रमः उक्तः, ब्रह्मचार्याचार्युकुलवासी इत्यनेन तृतीयः इत्यनेन ब्रह्मचर्याश्रमः उक्तः इति कृत्वा अन्ततो गत्वा सन्यासिनः निरूपणं प्रथमसूत्रे कृतं। तर्हि गृहस्थेन किमर्थम् उपसंहारः कृतः इति पृष्टं। तत्र उक्तं गृहस्थस्य कश्चित् आदरविशेषो अस्ति, तस्य कर्माणि सन्ति, कर्तव्यानि बहूनि कर्माणि सन्ति, अतः गृहस्थस्य द्वितीयसूत्रे निरूपणं कृतं। तर्हि एतावत् आश्रमद्वयमेव अस्ति वा, इतोपि आश्रमौ न स्तः वा इति शङ्कां विधाय तत्र उक्तं तथा न, इतोपि आश्रमद्वयमस्ति, कौ आश्रमौ इति शङ्कायाम् उक्तं तप एव द्वितीयः इति वानप्रस्थाश्रमः, ब्रह्मचारी इत्यनेन ब्रह्मचर्याश्रमः इति द्वयमस्ति आहत्य चत्वारः आश्रमाः सन्ति। तत्र प्रथमसूत्रेण सन्यासाश्रमः, द्वितीयसूत्रेण गृहस्थाश्रमः, तृतीयसूत्रेण वानप्रस्थाश्रमः, ब्रह्मचर्याश्रमः इति चतुष्टयं निरूपितमस्ति। इत्येवं रीत्या यद्यपि प्रथमसूत्रस्यैव अर्थः क्लिष्टः, सहकार्यन्तरविध्यधिकरणम् इत्यस्मिन् अधिकरणे सहकार्यन्तरं विधीयते न वा इति शङ्कां विधाय सहकार्यन्तरं न विधीयते इति पूर्वपक्षं प्रापय सहकार्यन्तरं निदिध्यासनं विधीयते इति सिद्धान्तः प्रथमसूत्रे कृतः। तद् कस्य विधीयते इत्युक्ते सन्यासिनः विधीयते इत्यपि उक्तम्। इदं सूत्रमेव वस्तुतः अस्मिन् अधिकरणे नूतनं किञ्चित् आविष्करोति, किन्तु अन्यत् सूत्रद्वयं तु एवमेव रीत्या अन्येषामपि आश्रमाणां स्वीकारः अस्ति इति प्रतिपादनार्थम् इदं कृत्स्नभावात् तु गृहिणा उपसंहारः इति सूत्रं, मौनवत् इतरेषामपि उपदेशादिति तृतीयं सूत्रं, तत्र इतोपि आश्रमद्वयमस्ति इति निरूपितम्। एवं प्रायः सहकार्यन्तरविध्यधिकरणमपि समाप्तमस्ति। നമസ്കാരം സർ. കഴിഞ്ഞ ദിവസത്തെ പോലെ ഒരു സാരാംശം മലയാളത്തില് സാർ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ആദ്യം മലയാളത്തിലെ സാരാംശം പറയണം. ആദ്യം ആനന്ദമയാധികരണത്തിന്റെ സാരാംശമാണ്. ആനന്ദമയാധികരണത്തില് 3 ഭാഗങ്ങളായിട്ട് ഞാൻ ആനന്ദമയാധികരണത്തെ തിരിച്ചിരുന്നു. അതില് ആദ്യത്തെ 2 ഭാഗം ഇന്നലെ തന്നെ വ്യാഖ്യാനിച്ചിരുന്നു. ഇന്ന് അതിന്റെ അവസാനത്തെ ഭാഗത്തിന്റെ വ്യാഖ്യാനമാണ് ഞാൻ സംസ്കൃതത്തിൽ ചെയ്തത്. അതിൽ ഭാഷ്യകാര സിദ്ധാന്തമാണ് ഇന്ന് ഞാൻ സംസ്കൃതത്തിൽ ഇവിടെ ഭാഷ്യകാര രീതി എങ്ങനെയാണെന്നാണ് പറഞ്ഞത്. അതിൽ ഭാഷ്യകാര രീതിയിൽ ആനന്ദമയാധികരണത്തിൽ
വിഷയവാക്യം അത് തന്നെയാണ്. നമ്മൾ ഇന്നലെ ചിന്തിച്ച അതേ വിഷയവാക്യം തന്നെയാണ് ഇന്നും ഭാഷ്യകാര രീതിയിലും ചിന്തിച്ചത്. ഭാഷ്യകാര രീതിയിലും വിഷയവാക്യം ഒന്ന് തന്നെ. തസ്മാത് വാ ഏതസ്മാത് വിജ്ഞാനമയാത് അന്യോന്തര ആത്മാനന്ദമയ എന്നുള്ള ആരംഭിച്ച് ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്ന് വരെയുള്ള വാക്യം, ഇതാണ് ഇന്നത്തെയും വിഷയവാക്യം. ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഭാഷ്യകാര രീതിയിലുള്ള അധികരണ രചനയിലും ഇത് തന്നെയാണ് വിഷയവാക്യം. അതിൽ സംശയത്തിലാണ് ചെറിയൊരു ഡിഫറൻസ് ഉള്ളത്. സംശയത്തിൽ എന്താണ് ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുമ്പേ ആനന്ദമയ ശബ്ദത്തിന് എന്താണ് അർത്ഥം എന്നായിരുന്നു സംശയം ഉണ്ടായിരുന്നത്. ഇപ്പോ ഭാഷ്യകാരൻ ആ ഒരു സംശയം പ്രകടിപ്പിക്കുന്നതേ ഇല്ല ഇവിടെ. പക്ഷേ എന്ത് സംശയമാണ് പ്രദർശിപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രഹ്മം പ്രധാനമായിട്ട് ഇവിടെ പറയപ്പെട്ടിട്ടുണ്ടോ എന്നാണ് സംശയം. അതായത് ഈ ഒരു ഭാഗത്ത് തസ്മാത് വാ ഏതസ്മാത് എന്നുള്ള ആനന്ദമയ ഭാഗത്ത് പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിച്ച വസ്തു എന്താണ് എന്നാണ് സംശയം. അപ്പൊ എന്ത് പറഞ്ഞു? ആനന്ദമയമാണ് പ്രധാനമായിട്ട്, ആനന്ദമയത്തെ കുറിച്ചിട്ടാണ് പ്രധാനമായിട്ട് പറയാൻ വന്നത്. ആനന്ദമയത്തെ പ്രധാനമായിട്ട് പറയാനാണ് ഈ പ്രകരണം ശ്രുതി ഉപനിഷത്ത് തന്നെ ആരംഭിച്ചിരിക്കുന്നത് എന്ന് പൂർവപക്ഷം കൊണ്ടുവന്നു. കാരണം എന്താണ്? അവിടെ തസ്മാത് വാ യതസ്മാത് വിജ്ഞാനമയ അന്യോന്തരാത്മാനന്ദമയ എന്ന് കേൾക്കുന്നുണ്ട്. അതൊരു വിഷയം. രണ്ടാമത് ബ്രഹ്മത്തെ നിരൂപിക്കുന്നത് നോക്കി നോക്കൂ. ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്നാണ് നിരൂപിച്ചത്. അപ്പൊ ഈ പുച്ഛം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ പക്ഷികളുടെ പുച്ഛം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലക്കുള്ള ഭാഗം. അപ്പൊ ആ വാലക്കുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ അതൊരു അപ്രധാനമായിട്ടൊരു അവയവല്ലേ. അതിൽ പക്ഷിയുടെ മുഖമൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത്. പക്ഷിയുടെ ദേഹം, മുഖമൊക്കെ വളരെ പ്രധാനമായിട്ടുള്ള ഭാഗങ്ങളാണ്. പക്ഷെ ഈ വാല് പോലത്തെ ഭാഗങ്ങളൊക്കെ വളരെ വാല് പോലത്തെ ഭാഗങ്ങളൊക്കെ വളരെ അപ്രധാനമായ ഭാഗങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് വളരെ അപ്രധാനമായിട്ടൊരു ഭാഗമായത് കൊണ്ട് തന്നെ ബ്രഹ്മവും പുച്ഛമായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബ്രഹ്മം പുച്ഛമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മം പ്രധാനമല്ല എന്നൊരു ധ്വനി അതിലില്ലേ എന്നാണ് സംശയം. അപ്പോ ആനന്ദമയ വാക്യത്തില് ആനന്ദമയ പദാർത്ഥമാണ് പ്രധാനേന പറയുന്നത്. ആനന്ദമയ പദാർത്ഥത്തെ പ്രാധാന്യേന പറയുവാൻ വേണ്ടിയിട്ടാണ് ഈ വാക്യം വന്നിരിക്കുന്നത് തന്നെ. ബ്രഹ്മത്തിനെ കുറിച്ച്, ബ്രഹ്മത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടേ അല്ല ഈ വാക്യം, ഈ പ്രകരണം വന്നിരിക്കുന്നത് എന്നാണ് പൂർവപക്ഷം. പൂർവപക്ഷം വന്നപ്പോ സൂത്രകാരൻ പറയണം അങ്ങനെയല്ല, ആനന്ദമയ അഭ്യാസ, ആനന്ദമയ വാക്യത്തില് പ്രാധാന്യേന പറയുന്നത് ബ്രഹ്മം തന്നെയാണ്. ഒരു സംശയവുമില്ല അതില്. വളരെ പ്രാധാന്യേന പറയുന്നത് ബ്രഹ്മം തന്നെയാണ്. എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്നുള്ള വാക്യം പറഞ്ഞതിന് ശേഷം ശ്രുതി പറയുന്നു അസന്നേവസ ഭവതി അസത് ബ്രഹ്മേതി വേദ ചേത് അസ്തി ബ്രഹ്മേതി ചേത് വേദ സന്തമേനം തതോ വിദുഹു എന്ന് പറയുന്നു. അപ്പോ ബ്രഹ്മത്തിന്റെ വാചകമായിട്ടുള്ള പദം 2 പ്രാവശ്യം അവിടെ ആവർത്തിച്ചിട്ടുണ്ട്. അസന്നേവസ ഭവതി അസത് ബ്രഹ്മേതി വേദ ചേത് അസ്തി ബ്രഹ്മേതി ചേത് വേദ സന്തമേനം തതോ വിദുഹു എന്നുള്ള ബ്രഹ്മപദം 2 പ്രാവശ്യം അവിടെ ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോ നമ്മളിപ്പോ ഒരാളെ ഒരു കാര്യം ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ തുടങ്ങുകയാണെന്ന് വിചാരിക്കാം. വളരെ സരളമായിട്ടാണ് പറയുന്നത്. ഒരു കാര്യം, ഒരാൾക്ക് അറിയാത്തൊരു കാര്യം നമുക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് അയാള് ശ്രദ്ധ ചെലുത്തണം, അല്ലെങ്കിൽ ശ്രദ്ധയോട് കൂടി മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്ന ഭാഗം നമ്മൾ വീണ്ടും വീണ്ടും പറയും. അങ്ങനെയല്ലേ? അല്ലാതെ ഇപ്പോ മറ്റേ ഒരു വഴിയിലെ ഒരു സ്ഥലത്തേക്ക് പോകണം എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിലേക്ക് എത്തിച്ചേരേണ്ടത് എന്നുള്ള, റൈറ്റിൽ പോണോ ലെഫ്റ്റിൽ പോണോ നേരെ പോണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അയാൾ ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ റൈറ്റ് ലെഫ്റ്റ് എന്നീ ഭാഗങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് പറഞ്ഞു കൊടുക്കും. അപ്പോ ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണ്? എന്തിലാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടേണ്ടത് അതാണ് ആവർത്തിക്കുന്നത്. ലോകത്ത് അങ്ങനെ ഒരു ഇത് കിട്ടുന്നുണ്ട്. ഏതിലാണോ ഈ കേൾക്കുന്ന ആള് ഏതിലാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്, ഏതിലാണോ ശ്രദ്ധ കൂടുതൽ വേണ്ടതായിരിക്കും, ആ സാധനം, ആ വസ്തുവിനെ കുറിച്ചുള്ള പദം വീണ്ടും വീണ്ടും പറയപ്പെടുന്നു ലോകത്ത്. അങ്ങനെ ഒരു സാമാന്യഗതിക്കൊരു നിയമമുണ്ട്. അപ്പൊ ഇവിടെ അങ്ങനെ ആ ഒരു നിയമം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും അതെ, അസന്നേവസ ഭവതി അസത് ബ്രഹ്മേതി വേദ ചേത് അസ്തി ബ്രഹ്മേതി ചേത് വേദ സന്തമേനം തതോ വിദുഹു എന്നുള്ള ബ്രഹ്മപദം വീണ്ടും വീണ്ടും ആവർത്തിച്ച് കാണുന്നുണ്ട്. അപ്പൊ എന്ത് മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ, ശ്രുതിയിലും ഉപനിഷത്തും അതെ ബ്രഹ്മമാണ്, ബ്രഹ്മത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതി വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ബ്രഹ്മമാണ് ഇവിടെ പ്രാധാന്യേന കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം എന്നുള്ളതാണ് ആദ്യത്തെ സൂത്രം കൊണ്ട് അഭ്യാസാദ് എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അപ്പൊ പറഞ്ഞു അങ്ങനെ പറ്റില്ലല്ലോ, നമ്മൾ മുമ്പേ ഇതിനെക്കുറിച്ച് സംസാരിച്ചതാണ്. പുച്ഛം എന്നുള്ള പദമുണ്ട്. പുച്ഛം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റേ പ്രധാനമല്ലാത്തൊരു അവയവത്തെ കുറിക്കുന്ന ഒരു പദമാണ്. അപ്പൊ പ്രധാനമല്ലാത്തൊരു അവയവത്തെ കുറിക്കുന്ന പദമായതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇത് ബ്രഹ്മപുച്ഛം എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മം പുച്ഛമായിട്ട് നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ബ്രഹ്മ പ്രധാനമാണെന്ന് പറയുന്നത് എന്നുള്ള സംശയം ഉണ്ടാവും. ആ സംശയത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ സൂത്രം വന്നിരിക്കുന്നത്. വികാര ശബ്ദാൻ നേതി ചെയ്യുന്ന പ്രാചുര്യാത് എന്നുള്ള പദം വന്നിരിക്കുന്നത്. അപ്പൊ അതായത് പ്രാചുര്യം ഉണ്ട് ഇവിടെ. പ്രാചുര്യം എന്ന് പറഞ്ഞാൽ പ്രായാപത്തി എന്ന് പറഞ്ഞ്, പ്രായാപത്തി എന്ന് പറഞ്ഞാൽ പ്രായപാഠം. അതായത് ഇത് നോക്കി നോക്കൂ, അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം എന്നുള്ള 5 കോശങ്ങൾ നിരൂപിച്ചു. അപ്പൊ 5 കോശങ്ങൾ നിരൂപിക്കുമ്പോൾ ഓരോന്നിലും ഈ ശിരസ്, പക്ഷം, പുച്ഛം ഒക്കെ നിർദ്ദേശിച്ചു. അന്നമയ കോശത്തില് ഈ ഒരു ശിരസ്സുണ്ട്, ഈ ഒരു പക്ഷമുണ്ട്, ഈ ഒരു പക്ഷമുണ്ട്. അതായത് ഇടത്ത് പക്ഷം, വലത്ത് പക്ഷം, ഇടത്തെ ചിറക്, വലത്തെ ചിറക്, പുച്ഛം, ശിരസ്, ഇതെല്ലാം അന്നമയ കോശത്തിൽ ഉണ്ട് എന്ന് നിരൂപിച്ചു. ഇതേപോലെ പ്രാണമയ കോശത്തിലും ഉണ്ടെന്ന് നിരൂപിച്ചു. ഇതേപോലെ വിജ്ഞാനമയ കോശത്തിലും ഉണ്ടെന്ന് നിരൂപിച്ചു. ഇതേപോലെ മനോമയ കോശത്തിലും ഉണ്ടെന്ന് നിരൂപിച്ചു. അത് കഴിഞ്ഞാണ് ആനന്ദമയ കോശത്തിലേക്ക് വരുന്നത്. അപ്പൊ ഈ ആനന്ദമയ കോശത്തിൽ മാത്രം ഇതിൽ പുച്ഛമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രായപാഠം, അതായത് ആ സമൂഹത്തിൽ പഠിക്കല് ഭഞ്ചിക്കപ്പെടും. അതായത് ഓരോന്നിലും ഇങ്ങനെ പുച്ഛങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാലേ അത് പൂർണ്ണമാവുള്ളൂ, കംപ്ലീറ്റ് ആവുള്ളൂ, ആ നിരൂപണം കംപ്ലീറ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ ഒന്നില് പുച്ഛമുണ്ട്, ഒന്നില് പുച്ഛമില്ല, ഒന്നില് പക്ഷമുണ്ട്, ഒന്നില് പക്ഷമില്ല എന്ന് പറഞ്ഞാൽ അതൊരു കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അതിന്റെ ഇമേജ് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അന്നമയ കോശത്തിൽ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നുവോ, എന്തൊക്കെ അംഗങ്ങൾ പറഞ്ഞിരിക്കുന്നുവോ, പുച്ഛം, പക്ഷം എന്നീ അംഗങ്ങൾ പറഞ്ഞിരിക്കുന്നുവോ, അതേപോലെ ആനന്ദമയ കോശത്തിലും പുച്ഛവും പക്ഷവും ശിരസ്സും ഒക്കെ പറയണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ പുച്ഛമായിട്ട് പറഞ്ഞോളന്നില്ല, പുച്ഛമായിട്ട് തന്നെ അത് ഉണ്ടായിക്കൊള്ളുന്നില്ല. പുച്ഛമായിട്ട് എന്തെങ്കിലും ഒന്ന് നിർദ്ദേശിക്കണം, അത്രേ ഉള്ളൂ. അത് പുച്ഛമായിട്ട് തന്നെ അതിനെ നിർദ്ദേശിക്കണമെന്ന് നിർബന്ധമില്ല. അതായത് ബ്രഹ്മ പുച്ഛമായിട്ട് തന്നെ ആയിക്കോളണം നിർബന്ധമില്ല. ആ പുച്ഛം എന്നുള്ള സ്ഥാനത്ത് എന്തോ ഒന്ന് നിർദ്ദേശിക്കണം, അത്രേ ഉള്ളൂ. അത് പുച്ഛമായിട്ട് വിവക്ഷിച്ചോളണം നിർബന്ധമില്ല എന്നുള്ളതാണ് അതിന്റെ തത്വം. അപ്പൊ പുച്ഛമായിട്ട് വിവക്ഷിച്ചില്ലെങ്കിലും, അതായത് പുച്ഛത്വേന രൂപേണ, അപ്രധാനത്വേന രൂപേണ, അപ്രധാനമായിട്ട് വിവക്ഷിച്ചില്ലെങ്കിലും അത് മറ്റേ പുച്ഛ പദം അവിടെ നിരൂപിച്ചു കഴിഞ്ഞാൽ തന്നെ ആ പ്രായപാഠം, ആ കംപ്ലീറ്റ് ഇമേജ് നമുക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ പുച്ഛ പദത്തിന്റെ പ്രയോഗം മാത്രമേ ഉള്ളൂ. പുച്ഛപദത്തിന്റെ അർത്ഥം അവിടെ താത്പര്യേണ പ്രതിപാദിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അപ്പൊ അതുകൊണ്ട് എന്താണ്, പുച്ഛപദം നിർദ്ദേശിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മുടെ പ്രായപാഠമൊന്നും ബ്രഹ്മത്തിന്റെ പ്രാധാന്യമൊന്നും ഒഴിവാവില്ല. ബ്രഹ്മം പ്രധാനമായിട്ട് തന്നെയാണ് വിവക്ഷിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇങ്ങനെ എല്ലാ സൂത്രങ്ങളും വ്യാഖ്യാനിക്കണം. മറ്റു സൂത്രങ്ങളുടെയൊക്കെ വ്യാഖ്യാനം വളരെ സുലഭമായിട്ടുള്ള വ്യാഖ്യാനമാണ്. ഇന്നലെ മലയാളത്തിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഇന്നും വ്യാഖ്യാനിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ മലയാളത്തിൽ പറയുന്നില്ല. ഇന്നലെ മലയാളത്തിൽ പറഞ്ഞത് തന്നെയാണ്. ഇന്നലെ മലയാളത്തിൽ പറഞ്ഞ പോലെ തന്നെയാണ് മറ്റു സൂത്രങ്ങളുടെയും വ്യാഖ്യാനം മലയാളത്തിൽ തന്നെ ചെയ്യേണ്ടത് എന്നുള്ളതുകൊണ്ട് ഇന്ന് അത് കൂടുതൽ പറയുന്നില്ല. ബാക്കി സൂത്രങ്ങളും അതേപോലെ വ്യാഖ്യാനിക്കണം എന്നുള്ളതാണ് ആനന്ദമയാധികരണത്തിന്റെ ഒരു വളരെ സാരാംശമായൊരു വിഷയം. ഇതില് ഇനിയിപ്പോ അടുത്തത് സഹകാര്യേന്തര വിദ്യാധികരണമാണ്. സഹകാര്യേന്തര വിദ്യാധികരണവും വളരെ സംക്ഷേപേണ മലയാളത്തിൽ പറയാൻ ഞാൻ ശ്രമിക്കുകയാണ്. ഇത് വേറൊരു മീമാംസ പ്രാധാന്യമുള്ളൊരു അധികരണമാണ്. പാണ്ഡിത്യം നിർവിദ്യ ബാല്യേന തിഷ്ഠാസേത് ബാല്യം ച പാണ്ഡിത്യം ച നിർവിദ്യാഥ മുനിഹി അമൗനം ച മൗനം ച നിർവിദ്യാഥ ബ്രാഹ്മണ എന്ന് ബൃഹദാരണ്യകത്തിലൊരു വാക്യമാണ് ഇതിലെ വിഷയവാക്യം. ഇതിൽ ബ്രാഹ്മണൻ എന്നുള്ള പദം പ്രയോഗിച്ചിരിക്കുന്നത് ബ്രഹ്മജ്ഞാനം ആർക്കാണോ ഉള്ളത് അയാളാണ് ബ്രാഹ്മണൻ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. പാണ്ഡിത്യം നിർവിദ്യ എന്നുള്ളതിനെ കൊണ്ട് പാണ്ഡിത്യം എന്നുള്ള പദത്തിന് ശ്രവണം എന്നർത്ഥം. ശ്രവണം പറഞ്ഞാൽ വിദ്യാശ്രമം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ശ്രവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാണ്ഡിത്യ പദസ് ശ്രവണം എന്നർത്ഥം, ബാല്യപദത്തിന് മനനം എന്നർത്ഥം, മൗനം എന്നുണ്ടല്ലോ മുനിഹി ച മൗനവാൻ എന്നർത്ഥം. അപ്പൊ മൗനം എന്നുള്ള പദത്തിന് നിധിധ്യാസനം എന്നർത്ഥം. ഇങ്ങനെ 3 പദങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതിൽ എന്താണ് സംശയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൗനം അല്ലെങ്കിൽ ഈ നിധിധ്യാസനം വിധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നാണ് സംശയം. ഇപ്പോ യാഗങ്ങളൊക്കെ വിധിക്കുന്നുണ്ടല്ലോ, യാഗങ്ങളൊക്കെ ഒരു പ്രത്യേക ഫലം ഉദ്ദേശിച്ച് യാഗങ്ങളൊക്കെ വിധിക്കുന്നുണ്ട്. അതേപോലെ ഈ മൗനവും വിധിക്കുന്നുണ്ടോ എന്നാണ് സംശയം. അപ്പൊ പറഞ്ഞു മൗനം വിധിക്കുന്നില്ല, മൗനം വിധിക്കുന്നില്ല എന്ന് പറഞ്ഞു. കാരണം എന്താണ്, വിധിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് അറിയാൻ കഴിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക്
വിധി പ്രത്യയം അവിടെ ഉണ്ടാവണം. വിധി പ്രത്യയം അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് വിധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ കഴിയുള്ളൂ. ഇപ്പോ ഞാൻ അതിന് സംസ്കൃതത്തിൽ ഉദാഹരണം പറഞ്ഞു, അത് മലയാളത്തിൽ അതന്നെ ആക്കി പറയാം. ഇപ്പൊ ഒരു ടീച്ചർ ഒരു കുട്ടിയോട് പറയാണ് പുസ്തകം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു നോക്കിയ. അപ്പൊ പുസ്തകം കൊണ്ടുവരുന്നു എന്ന് ടീച്ചർ പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി പുസ്തകം കൊണ്ടുവരാൻ പോവില്ല. കാരണം പുസ്തകം കൊണ്ടുവരുന്നു എന്നാണ് പറഞ്ഞത്. അത് പുസ്തകം ആരോ പുസ്തകം കൊണ്ടുവരുന്നുണ്ട്, അത് ടീച്ചർ പറയുന്നു, അത്രേ ഉള്ളൂ. ഇപ്പൊ ടീച്ചർ പറയണ പുസ്തകം കൊണ്ടുവരൂ എന്ന് പറയാൻ നിൽക്കുക. അപ്പൊ പുസ്തകം കൊണ്ടുവരൂ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി അവിടെ നിന്ന് എണീറ്റിട്ട് പുസ്തകം കൊണ്ടുവരാൻ പോകും. ഇതല്ലേ നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണത്. അപ്പൊ എന്താണ് അതിൽ വെച്ചാൽ പുസ്തകം എന്നുള്ള പദത്തിന് വ്യത്യാസമില്ല. പുസ്തകം പുസ്തകം എന്ന് 2 വാക്യത്തിലും പ്രയോഗിച്ചു. കൊണ്ടുവരൂ എന്നുള്ളതും ഒരേപോലെയാണ്. പക്ഷെ ഒരു സ്ഥലത്ത് കൊണ്ടുവരുന്നു എന്നുണ്ട്, ഒരു സ്ഥലത്ത് കൊണ്ടുവരൂ എന്നുള്ളത്. അപ്പൊ എന്ത് മനസ്സിലാക്കാം? ഈ കൊണ്ടുവരൂ എന്ന് എപ്പോഴാണോ കേട്ടത് അപ്പോഴാണ് ഈ കുട്ടി ഇറങ്ങി പുസ്തകം കൊണ്ടുവരാൻ പോകുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇതാണ് വിധി പ്രത്യയം. വിധി പ്രത്യയം എന്ന് പറഞ്ഞാൽ പ്രവർത്തകമായിട്ടുള്ള വിധി, അതായത് ഒരാളെ പ്രവർത്തിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രത്യയം പദം. ഒരാളെ ഒരാളെ ഒരു കാര്യം പറഞ്ഞ് പ്രവർത്തിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതാണ് വിധി പ്രത്യയം എന്ന് പറയാം. വിധി പ്രത്യയം പ്രയോഗിക്കണം. വിധി പ്രത്യയം അല്ലെങ്കിൽ തവ്യപ്രത്യയം, ലോട്ടൊക്കെ തവ്യപ്രത്യയം വിധിപ്രത്യയാണ്. ലോട്ട് അല്ലെങ്കിൽ തവ്യപ്രത്യയൊക്കെ പ്രയോഗിക്കണം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ കൊണ്ടുവരൂ എന്നുള്ള വിധി പ്രത്യയം കേട്ടാലേ കുട്ടി പ്രവർത്തിക്കുള്ളൂ. അതേപോലെ തന്നെ ഗച്ഛേത്, ഗച്ഛതു എന്നുള്ള പ്രയോഗങ്ങളൊക്കെ കേട്ടാലേ, സംസ്കൃതത്തിൽ ആണെങ്കിൽ കേട്ടാലേ ഈ കുട്ടി പോവുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേപോലെ വിധി പ്രത്യയം ഇവിടെ കേൾക്കുന്നുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ വിധി പ്രത്യയം ഒന്നും കേൾക്കുന്നില്ല. കാരണം അഥ മുനിഹി എന്നാണ് കേൾക്കുന്നത്. അഥ മുനിഹി എന്ന് കേട്ട് കഴിഞ്ഞാൽ അവിടെ വിധി പ്രത്യയം ഒന്നുമില്ല. അപ്പൊ വിധി പ്രത്യയം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് വിധിക്കുന്നില്ല, മൗനം വിധിക്കുന്നില്ല എന്ന് പറയണം. അപ്പൊ അത് കഴിഞ്ഞിട്ട് പറയാണ് അങ്ങനെയല്ല, മൗനം ഇവിടെ വിധിച്ചേ പറ്റൂ. കാരണം അഥമുനിഹി എന്നുള്ളിടത്ത് വിധി പ്രത്യയം കേൾക്കുന്നില്ലെങ്കിലും ഒന്ന് അപ്പുറത്തേക്ക് നോക്കാം. ഈ വാക്യത്തിന്റെ അപ്പുറത്ത് മൗനം ച അമൗനം ച നിർവിദ്യ എന്നുണ്ട്. നിർവിദ്യ എന്ന് പറഞ്ഞാൽ, നിർവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിർവിദ്യ എന്ന് പറഞ്ഞാൽ ലഭിച്ചിട്ട് എന്നർത്ഥം. ലഭിച്ചിട്ട്, വിതൃലാഭേ എന്നാണ് ധാതു. വിതൃലാഭേ എന്ന ധാതുവായിട്ട് നിർവിദ്യ എന്ന് പറഞ്ഞാൽ അതിനെ ലഭിച്ചിട്ട്, അതിനെ കിട്ടിയിട്ട് എന്നർത്ഥം. അപ്പോ ഈ മൗനവും മൗനത്തെയും അമൗനത്തെയും കിട്ടിയിട്ട് എന്നർത്ഥം. ബ്രാഹ്മണനാവുന്നു, അത് ബ്രഹ്മജ്ഞാനം ഉണ്ടാവുന്നു എന്നർത്ഥം. ഈ മൗനത്തെയും അമൗനത്തെയും കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? മൗനം അമൗനം എന്ന് പറയുന്നത് എന്താണ്? മൗനം വെച്ചാൽ നിധിധ്യാസം. അമൗനം വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന ശ്രവണവും മനനവും. അപ്പോ നിധിധ്യാസനത്തെയും ശ്രവണത്തെയും മനനത്തെയും കിട്ടിയിട്ട് എന്ന് പറഞ്ഞു. ഈ ശ്രവണത്തെയും മനനത്തെയും നിധിധ്യാസനത്തെയും കിട്ടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കിട്ടണം എന്നുണ്ടെങ്കിൽ അത് അനുഷ്ഠിക്കണ്ടേ? അത് അനുഷ്ഠിച്ചാലേ അത് കിട്ടുള്ളൂ. അപ്പൊ അനുഷ്ഠിച്ചിട്ട് എന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണ്. വിധി പ്രത്യയം പ്രയോഗിച്ചില്ലെങ്കിലും അത് അണ്ടർസ്റ്റുഡ് ആണ്. ശ്രുതി അത് പറയാതെ പറയുന്നൊരു വസ്തുവാണ്. ഏത്? വിധി. അത് അനുഷ്ഠിക്കണം എന്നുള്ളത്, ശ്രവണവും മനനവും നിധിധ്യാസനവും അനുഷ്ഠിച്ച് ബ്രഹ്മജ്ഞാനി ആവണം എന്നുള്ളത് വിധി പ്രത്യയമില്ലെങ്കിലും ശ്രുതിയിൽ അത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് അണ്ടർസ്റ്റുഡ് ആയിട്ട് മനസ്സിലാവുന്ന സാധനമാണെന്നുള്ളതാണ്, കാര്യമാണുള്ളതുകൊണ്ടാണ് വിധി പ്രത്യയം ഇല്ലെങ്കിലും അതിൽ വിധി ഉണ്ട് എന്ന് കൽപ്പിച്ചത്. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് വിധിക്കണേ എന്ന് സംശയം വന്നപ്പോൾ ഭാഷ്യകാരൻ പറഞ്ഞു അത് സന്യാസികൾക്കാണ് ശ്രവണവും മനനവും നിധിധ്യാസനവും വിധിക്കുന്നത്. സന്യാസിമാരായിട്ടുള്ള ആരൊക്കെ ഉണ്ടോ അവര് ബ്രഹ്മസാക്ഷാത്കാരം നേടാൻ വേണ്ടിയിട്ട് ശ്രവണവും മനനവും നിധിധ്യാസനവും അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ സംശയം വരണം, അപ്പൊ സന്യാസിയാണ് ബ്രഹ്മസാക്ഷാത്കാരം സമ്പാദിക്കാൻ പോകുന്ന ഈ സന്യാസിയാണ് വളരെ ശ്രേഷ്ഠനായ പുരുഷൻ. അപ്പോ അദ്ദേഹത്തിനെ കുറിച്ച് പറയാതെ ഈ ഉപനിഷത്ത്, ഛാന്തോഗ്യോപനിഷത്ത് എന്തുകൊണ്ടാണ് ഗൃഹസ്ഥനെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിച്ചത്? ഛാന്തോഗ്യോപനിഷത്തിന്റെ അവസാനം ഗൃഹസ്ഥനെ കുറിച്ച് വലിയ വലിയ കാര്യങ്ങൾ പറയുന്നുണ്ട് ശ്രുതി ഉപനിഷത്ത്. അപ്പൊ ഈ ഗൃഹസ്ഥനെ കുറിച്ച് പറഞ്ഞ് എന്തുകൊണ്ടാണ് അവസാനിപ്പിച്ചത് ശ്രുതി? കാരണം ഗൃഹസ്ഥനെ കുറിച്ച്, സന്യാസിക്ക് മേലെയാണോ എന്നൊരു സംശയം വരാം. അപ്പൊ അങ്ങനെയാകുമ്പോൾ പറയാണ് അങ്ങനെയല്ല, ഓരോരുത്തർക്കും ഓരോ മഹത്വങ്ങളുണ്ട്. അപ്പൊ സന്യാസിക്ക് ബ്രഹ്മസാക്ഷാത്കാരം നേടാൻ വേണ്ടിയിട്ട് ശ്രവണവും മനനവും നിധിധ്യാസനവും അനുഷ്ഠിക്കുന്ന സന്യാസിക്ക് ഒരു മഹത്വമുണ്ട്, ഒരു ദൃഷ്ടിയിൽ പ്രാധാന്യമുണ്ടെങ്കിലും ഗൃഹസ്ഥനും അതേപോലെ വേറൊരു ദൃഷ്ടിയിൽ പ്രാധാന്യമുണ്ട്. കാരണം ഗൃഹസ്ഥന് കർമ്മ ബഹുളമാണ് ഗൃഹസ്ഥന്റെ ദിനം. ഗൃഹസ്ഥന് രാവിലെ മുതൽ കർമ്മങ്ങളും വേദങ്ങളും പാരായണങ്ങളുമായിട്ടാണ് ഗൃഹസ്ഥന്റെ ദിനം കടന്നു പോകുന്നത്. അത് കേവലം കർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്നുള്ളത് മാത്രമല്ല, ചതി, വഞ്ചന, അസത്യം പറയാ എന്നുള്ളതൊക്കെ
ഗൃഹസ്ഥന് ഒഴിവാക്കേണ്ടതാണ് എന്നുള്ളതും ഭാഷ്യകാരൻ പറയുന്നുണ്ട്. യഥാസംഭവം അഹിംസേന്ദ്രിയ സംയമനാദീനി എന്ന് പറയുന്നത് എന്ന് ഭാഷ്യകാരൻ പ്രത്യേകം പറയുന്നുണ്ട്. അതുകൊണ്ട് കേവലം കർമ്മങ്ങൾ അനുഷ്ഠിക്കുക അല്ലെങ്കിൽ അഗ്നിഹോത്രങ്ങൾ അനുഷ്ഠിക്കുക എന്നുള്ളത് മാത്രമല്ല, ഈശ്വര ഭജനം ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. മറ്റ് കാര്യങ്ങൾ പലതും, അതായത് സത്യം മാത്രമേ പറയൂ, നുണ പറയില്ല, അഹിംസ എന്നീ, പിന്നെ കള്ളത്തരം കാണിക്കാണ്ടിരിക്കുക, അസ്തേയം എന്നീ പല വിഷയങ്ങളും ഗൃഹസ്ഥന് യഥാശക്തി അനുഷ്ഠിക്കണം എന്നുള്ളതും ഗൃഹസ്ഥന് പറയുന്നുണ്ട്. അപ്പൊ ഈ ദൃഷ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഗൃഹസ്ഥനും ഒരു തരത്തിൽ ശ്രേഷ്ഠനാണ് എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ശ്രുതി അങ്ങനെ പറഞ്ഞേ എന്ന് പറഞ്ഞു. ഇനി അവസാനത്തെ സൂത്രമാണ്. അതെങ്ങനെയാണ്? അപ്പോ നിങ്ങളിപ്പോ പറഞ്ഞ രീതിയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഛാന്തോക്യത്തില് ഗൃഹസ്ഥനെ കുറിച്ച് പറഞ്ഞു, ബൃഹദാരണ്യകത്തിൽ സന്യാസിയെ കുറിച്ച് പറഞ്ഞു. ഈ രണ്ടു പേരേ ഉള്ളൂ, ഗൃഹസ്ഥനും സന്യാസിയും മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അങ്ങനെയല്ല, ഗൃഹസ്ഥനും സന്യാസിയും മാത്രമല്ല, മറ്റ് ശ്രുതികളില് അല്ലെങ്കിൽ ശ്രുതികളിൽ തന്നെ മറ്റു പല ഭാഗത്തും മറ്റു രണ്ട് ആശ്രമങ്ങളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഒന്ന് തപഹ എന്ന് പറയുന്ന വാനപ്രസ്ഥാശ്രമം, പത്നിയോട് കൂടിയിട്ട് കാട്ടിൽ പോവാന്നുള്ളത് നമ്മൾ പണ്ട് പുരാണങ്ങളിൽ കേട്ട മാതിരി. ഇതേപോലെ വാനപ്രസ്ഥാശ്രമം, അത് കഴിഞ്ഞിട്ട് ബ്രഹ്മചര്യാശ്രമം, വേദാധ്യയനാദി കാലങ്ങൾക്കുള്ള ബ്രഹ്മചര്യാശ്രമം എന്ന് പറയുന്ന ബ്രഹ്മചര്യാശ്രമം, അതും ശ്രുതിയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോ എല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ 4 ആശ്രമങ്ങളുണ്ട്, എല്ലാം ശ്രുതിയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൽ ശ്രവണ മനന നിധിധ്യാസനങ്ങളൊക്കെ സന്യാസിക്കായിട്ട് വിധിച്ചിരിക്കുന്ന ശ്രവണ മനന നിധിധ്യാസനങ്ങളാണ്. അതൊക്കെ മറ്റേ ഛാന്തോക്യത്തിൽ ഗൃഹസ്ഥനെ വെച്ചിട്ടാണ് ഛാന്തോക്യ ഉപനിഷത്ത് ഗൃഹസ്ഥനെ പ്രതിപാദിച്ചുകൊണ്ടാണ് അവസാനിക്കുന്നത്. ഛാന്തോക്യ ഉപനിഷത്ത് അത് ഗൃഹസ്ഥനും അതിൻ്റെതായ ശ്രേഷ്ഠത ഉള്ളത് കൊണ്ടാണ്. അതുപോലെ മറ്റു 2 ആശ്രമങ്ങളെ കുറിച്ചും ശ്രുതിയിൽ പല സ്ഥലങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പറയുന്നു. ഇതാണ് സഹകാര്യേന്തര വിദ്യാധികരണത്തിന്റെ ഒരു സാരാംശം. വളരെ നന്ദിയുണ്ട് സർ. കുട്ടികൾ ആഗ്രഹിച്ചതുപോലെ തന്നെ സാരാംശം മലയാളത്തില് അവർക്ക് പകർന്നു കൊടുത്തതിന്. ഇന്ന് 10 ദിവസങ്ങളിലായി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല വേദാന്ത വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ബ്രഹ്മസൂത്ര ശാങ്കര ഭാഷ്യം എന്ന ഗ്രന്ഥത്തിനെ ആസ്പദമാക്കി സംഘടിപ്പിച്ചിരിക്കുന്ന ദശദിന ഗ്രന്ഥശില്പശാലയുടെ സമാപന ദിവസമാണ് നമ്മള് ആനന്ദമയാധികരണം കൊണ്ട്. അതോടൊപ്പം തന്നെ ഓരോ ആശ്രമങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് എന്ന് അവതരിപ്പിക്കുന്ന സഹകാര്യേന്തര വിദ്യാധികരണവും കൂടി ചേർത്തുകൊണ്ട് നമ്മളുടെ ശില്പശാല ഇവിടെ പര്യവസാനിക്കുകയാണ്. ആദരണീയായ വേദാന്ത വിഭാഗ അധ്യക്ഷ മുത്തുലക്ഷ്മി ടീച്ചറുണ്ട്, വിഭാഗത്തിലെ മറ്റ് അധ്യാപകരുണ്ട്. ഭട്ട് സാർ ഉണ്ടായിരുന്നു. ഭട്ടുമാഷം, ഞാനൊന്ന് സാറിനെ വിളിക്കാം. മുത്തുലക്ഷ്മി ടീച്ചറെ. ഷീബ ടീച്ചറെ കേൾക്കാം ടീച്ചറെ. ആദ്യമായി ഇന്ന് 2 ദിവസമായി നമ്മുടെ ക്ലാസ്സുകൾ നയിച്ച ശ്രീ വാസുദേവൻ, അദ്ദേഹത്തിനോടുള്ള എല്ലാ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഷീബ പറഞ്ഞതുപോലെയാണ്, നമ്മുടെ കുട്ടികൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ക്ലാസ് ആണ്. കാരണം അവർക്ക് ഈ ഗ്രന്ഥം ടെക്സ്റ്റ് പഠിക്കണം, ടെക്സ്റ്റ് പഠിക്കാനുള്ള ആ ഒരു മെറ്റീരിയൽ അതെല്ലാം അതിൻ്റെ ഒരു മാതൃകയും അതിൻ്റെ രീതിയും അവർക്ക് മനസ്സിലാവുകയും ആ ഭാഷയുടെ പ്രത്യേകതയും ഒക്കെ അവർക്ക് മനസ്സിലാവുകയും വേണം. അതേസമയം അതിൻ്റെ ഒരു സാരാംശം ടെക്സ്റ്റിൽ നിന്നൊന്നും മാറി നിന്നുകൊണ്ട് അതിൻ്റെ ഒരു സാരാംശം അവർക്ക് മനസ്സിലാവുകയും വേണം. ഈ 2 തരത്തിലും അദ്ദേഹം ശ്രീ വാസുദേവൻ, ശ്രീ PR വാസുദേവൻ 2 തരത്തിലും വളരെ ഭംഗിയായിട്ട് ഈ 2 ദിവസത്തെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ കുട്ടികൾക്ക് വളരെയധികം ഫലപ്രദമായിട്ട് ആ ക്ലാസ്സുകൾ അനുഭവപ്പെട്ടിട്ടുണ്ടാവും. ഷീബ പറഞ്ഞതുപോലെ ഈ ഒരു ശില്പശാല നമ്മൾ ആദ്യമായി ഓൺലൈൻ ലെക്ചേഴ്സ് ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഓൺലൈൻ ശില്പശാല ആദ്യമായിട്ട് സംഘടിപ്പിച്ചതാണ് ഈ ഒരു വർഷം. 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ ഇന്ന് വരെ ഒരു വേറിട്ട ഒരു അനുഭവം തന്നെയായി ഈ ശില്പശാല മാറിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതായത് 1-ാം തീയതി മുതൽ ഇവിടെ വിഷയങ്ങൾ അവതരിപ്പിച്ച, നമ്മൾക്ക് അറിവ് പകർന്നു തന്ന ശ്രീ കാർത്തിക് ശർമ്മ, അതുപോലെ തുളസി കുമാർ ജോഷി, അതുപോലെ ശ്രീ പുഷ്കരൻ ആചാര്യ സാറ്, അദ്ദേഹം, അതുപോലെ മഹേശ്വരൻ, അപ്പൊ ഇന്ന് വാസുദേവൻ, അല്ലെ ഇനി ആരെങ്കിലും വിട്ടുപോയോന്ന് എനിക്ക് ഓർമ്മയില്ല, ഇത്രയും പേര്. അപ്പൊ
ഇവരെല്ലാവരും വളരെ ആത്മാർത്ഥതയോട് കൂടി തന്നെ നമുക്ക് വിഷയങ്ങൾ പറഞ്ഞു തന്നു. കുട്ടികൾക്ക് വളരെയധികം ഫലപ്രദമായി ഈ ഒരു ശില്പശാല അനുഭവപ്പെട്ടിട്ടുണ്ട്. ഈ റിസോഴ്സ് പേഴ്സൺസിന്റെ ഒരു ആത്മാർത്ഥതയോടൊപ്പം തന്നെ ഇത് സംഘടിപ്പിച്ച ഷീബ, എൻ്റെ തന്നെ ഡിപ്പാർട്ട്മെന്റിലെ ഫാക്കൽറ്റിയാണ്, ഷീബയും വളരെ ആത്മാർത്ഥതയോടുകൂടി കൃത്യമായിട്ട് ഇത് എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ എന്നുള്ള രീതിയിൽ അതിന്റെ ഒരു സംഘടിപ്പിക്കുന്ന ഭാഗത്ത് നിന്നുള്ള ഒരുപാട് സാങ്കേതികമായ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കണമല്ലോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അതെല്ലാം ചെയ്തു. ഇതിന്റെ സാങ്കേതികമായ കാര്യങ്ങൾ, സർട്ടിഫിക്കറ്റ് നൽകുന്നതടക്കമുള്ള സാങ്കേതികമായ കാര്യങ്ങൾ ചെയ്തു. അതുപോലെ ഇതിന്റെ ഒരു അക്കാഡമിക് വശം തീർച്ചയായിട്ടും രാമകൃഷ്ണ ഭട്ട് സാറിന്റെ എല്ലാ സഹായവും ഈ അക്കാഡമിക് രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാം കൊണ്ടും എല്ലാ റിസോഴ്സ് പേഴ്സൺസിനോടുമുള്ള നന്ദി ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത്, വേദാന്ത വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്നുള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. ഔപചാരികമായ നന്ദി ഉണ്ടാവുമായിരിക്കും ഈ സെഷന്, എങ്കിലും ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് എൻ്റെ ഒരു സന്തോഷമുണ്ട്, എൻ്റെ ഒരു തൃപ്തിക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. വളരെയധികം സന്തോഷം. ഈ ഒരു മാതൃകയിൽ നമ്മുടെ കുട്ടികളൊക്കെ പഠിച്ച് മുന്നോട്ട് പോട്ടെ എന്നുള്ള ഒരു ആഗ്രഹം, ആശംസ, അങ്ങനെ ഒരു പ്രാർത്ഥന ആണ് എൻ്റെ ഭാഗത്ത് നിന്ന്, ഞങ്ങളുടെ അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് ഉള്ളത്. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം. പിന്നെ നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഓഫ്ലൈനായിട്ട് സംഘടിപ്പിക്കുമ്പോൾ ഇത്രയൊന്നും കുട്ടികൾ ഉണ്ടാവില്ല. അവര് പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ. പലരും പ്രാരബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ളവരും ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും ഒന്നും എല്ലാവർക്കും എത്താൻ പറ്റാറില്ല. പക്ഷെ ഇത് ഓൺലൈൻ ആവുമ്പോൾ അതിന്റെ സൗകര്യവും ഉണ്ട്, അതിന്റെ പരിമിതിയും ഉണ്ട്. പക്ഷെ സൗകര്യം എന്ന് പറയുന്നത് നമുക്ക് മറ്റ് തിരക്കുകൾ ഉണ്ടെങ്കിൽ പോലും പെട്ടെന്ന് നമുക്ക് പങ്കെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ആ സാധ്യത നമ്മുടെ കുട്ടികൾ നന്നായി ഉപയോഗിച്ചിട്ടുണ്ട്. നല്ല പാർട്ടിസിപ്പേഷനും, അല്ലെങ്കിൽ ഇത്രയും പാർട്ടിസിപ്പേഷൻ ഉണ്ടാവാറില്ല, ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാ തരത്തിലും ഈ ഒരു ശില്പശാല വളരെ ഫലപ്രദമായി ഒരു വേറിട്ട അനുഭവമായി മാറിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടും വളരെ സന്തോഷവും സ്നേഹവും ബഹുമാനവും ഒക്കെ അറിയിക്കുകയാണ്. വാസുദേവൻ സർ, വളരെയധികം സന്തോഷം. ഷീബ. നന്ദി ടീച്ചർ. ടീച്ചർ ഔദ്യോഗികമായ നന്ദി പറയുന്നത് എന്റെ ഉത്തരവാദിത്വമായിരുന്നു എന്ന് ടീച്ചർ തന്നെ മുമ്പേ പറഞ്ഞു. ടീച്ചറിന്റെ ആ സന്തോഷം തന്നെയാണ് നമ്മളുടെ ഈ ശില്പശാലയുടെ ആരംഭത്തിൽ കുറച്ച് ആശങ്കകളോടുകൂടി തന്നെയാണ് നമ്മൾ ഈ ശില്പശാല ആരംഭിച്ചത്. കാരണം നെറ്റ് പ്രോബ്ലം ഉണ്ടാകാം, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇതിനിടയിലൊക്കെ ഉണ്ടാകാം. പക്ഷെ എന്തോ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമ്മൾക്ക് ഇതുവരെ നടന്ന ഈ 10 ക്ലാസ്സുകളും യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ, നെറ്റിന്റെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകാതെ കുട്ടികൾക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. റിസോഴ്സ് പേഴ്സൺസിനും ചെന്നൈയിൽ നിന്നൊക്കെ ജോയിൻ ചെയ്ത റിസോഴ്സ് പേഴ്സൺസ് ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ തന്നെ പല ഭാഗത്ത് നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന റിസർച്ച് സ്കോളേഴ്സും അതുപോലെയുള്ള അധ്യാപകരും ഒക്കെ ഉണ്ട്. എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടും വരാതെ ഇത് പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളത്, അങ്ങനെയൊരു അതിനൊരു ഭാഗമാകാൻ വേദാന്ത വിഭാഗത്തിന് സാധിച്ചു എന്നുള്ളതിൽ ഞങ്ങൾ എല്ലാവരും കൃതാർത്ഥരാണ്. അതുപോലെ ടീച്ചർ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ PG സ്റ്റുഡൻസിന്റെ സിലബസിലുള്ള ടോപ്പിക്കുകൾ, അത് ഇതല്ല ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രന്ഥത്തിന്റെ പഠനം എന്ന് വെച്ചാൽ ഒന്നാമത്തെ അധ്യായം മുതൽ പഠിച്ചു പോകണം എന്നുള്ളതാണ്. പക്ഷെ അത് നമ്മളുടെ ഈ ഒരു പുതിയ OBTLE എന്നുള്ള ഒരു ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് ലേണിംഗ് മെത്തഡോളജി നമ്മൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമ്മൾക്ക് അതിലെ ഏറ്റവും കാതലായ അംശങ്ങളെ സിലബസിലേക്ക് ഉൾക്കൊള്ളിക്കുന്നു. അതിന്റെ ആ വിഷയങ്ങളെ അതിനനുസരിച്ച് പഠനം നടത്തി പോകുന്നു. അപ്പോൾ നമ്മൾക്ക് ഒരു ഗ്രന്ഥത്തിന്റെ എല്ലാ ചാപ്റ്റേഴ്സിനെയും പൂർണ്ണമായിട്ടും പഠിച്ചില്ല എങ്കിലും ഓരോ ചാപ്റ്റേഴ്സിലും പ്രധാനമായിട്ടും എന്ത് ആശയത്തെയാണ് അവതരിപ്പിക്കുന്നത് അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഓരോരോ അധികരണങ്ങൾ, അതുപോലെ തന്നെ സിദ്ധാന്തത്തെ പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ ഖണ്ഡനം വരുന്ന പ്രധാനപ്പെട്ട ഖണ്ഡനങ്ങൾ വരുന്ന അധികരണങ്ങളെയൊക്കെ നമ്മൾ കുട്ടികൾക്ക് പരിചിതമാക്കി കൊടുക്കുന്നു. അങ്ങനെ വെച്ചിരിക്കുന്ന ഈ സിലബസിലെ നമ്മുടെ മിക്കവാറും നമ്മുടെ MA സിലബസിലെ മിക്കവാറും ഒരു 80% വിഷയം നമ്മളിവിടെ 10 ദിവസത്തെ
ഗ്രന്ഥശില്പശാലയിലൂടെ നമ്മൾ അത് കവർ ചെയ്തു എന്ന് തന്നെ പറയാം. ഓൺലൈൻ മാധ്യമത്തിൽ ക്ലാസ്സുകൾ നടക്കുമ്പോൾ കുട്ടികൾക്ക് ഇത്രയും കൂടുതൽ ക്ലാസ്സുകളിൽ നിന്ന് അവർക്ക് ഗ്രഹിക്കാൻ കിട്ടാറില്ല. കാരണം നമ്മൾ വിഷയങ്ങൾ പങ്ക്തി അനുസരിച്ച് പഠിപ്പിച്ചു പോകുന്നു. പക്ഷെ ഇതിന്റെ സാരാംശം അവർക്ക് ഈ ഒരു ഗ്രന്ഥശില്പശാലയിലൂടെ കിട്ടി എന്നുള്ളൊരു ചാരിതാർത്ഥ്യം ഞങ്ങൾ ഇത് സംഘടിപ്പിച്ച അധ്യാപകർക്കുണ്ട്. ഇത് ഇനി ഔദ്യോഗികമായ ഒരു നന്ദി പ്രകടനമാണ്. അതിനു മുന്നേ എന്തെങ്കിലും പാർട്ടിസിപ്പൻസിന് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് ഇവിടെ പറയാനുണ്ട് എങ്കിൽ നിങ്ങളുടെ ഈ പട്ടുസാറെ നമസ്കാരം. മാഷേ, പട്ടുമാഷേ, മാഷ്ക്ക് കറണ്ട് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു, ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിരുന്നു. പട്ടുമാഷേ, സാറേ അൺമ്യൂട്ട് ചെയ്യേ സാറേ. കേട്ടു. കേൾക്കുന്നില്ലേ? കേൾക്കാം മാഷേ, കേൾക്കാം സാറേ. അപ്പൊ പറഞ്ഞോളൂ. ഞാൻ ഒന്നും പറയില്ല. കുട്ടികൾക്ക്, അധ്യാപകർക്ക്, പിന്നെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്, പിന്നെ ഷീബ ടീച്ചർ. ഞങ്ങൾ പറഞ്ഞു സാറേ, ഷീബയും ഞാനും സംസാരിച്ചു. അപ്പൊ ഇനി ബാക്കി നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ അധ്യാപകർക്ക് എന്താ പറയാനുള്ളത്? പിന്നെ കുട്ടികൾക്ക് ചന്ദ്രിക ടീച്ചർ ഉണ്ടല്ലോ, ടീച്ചർ പോയോ? ചന്ദ്രിക ടീച്ചർ ഉണ്ട്. ചന്ദ്ര ടീച്ചറെ, ടീച്ചർ പറയട്ടെ ക്ലാസ്സുകളെ കുറിച്ച്. ചന്ദ്ര ടീച്ചർ ഉണ്ട്. രമ എന്താ ആരെങ്കിലും അപ്പൊ ജിനിത എല്ലാ ദിവസവും ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ജിനിത 2 വാക്കൊരു ഫീഡ്ബാക്ക് തരൂ. ജിനിത. നമസ്കാരം ടീച്ചറെ. ജിനിത എല്ലാ ദിവസവും വ്യാകരണ വിഭാഗത്തിലെ അധ്യാപികയാണ്. എല്ലാ ദിവസവും നമ്മുടെ ശില്പശാലയിൽ ഉണ്ടായിരുന്നല്ലോ. ജിനിത ഒരു ഫീഡ്ബാക്ക് തരൂ. ഞാൻ മിക്കവാറും ഉണ്ടായിരുന്നു. ഇടയ്ക്ക് നെറ്റ് പോകുന്ന സമയത്ത് മാത്രമാണ് ഞാൻ അതിൽ നിന്ന് ഔട്ട് ആയിട്ടുള്ളൂ. കാരണം എനിക്കും ഒട്ടും പരിചയമില്ലാത്ത വിഷയമാണ്. അപ്പൊ കുറച്ചൊക്കെ ഒന്ന് കേൾക്കാം. മുഴുവനായിട്ട് മനസ്സിലായില്ലെങ്കിലും കുറച്ചെങ്കിലും ഒക്കെ ഒരു എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതിന് ജോയിൻ ചെയ്തത്. അപ്പോ പലപ്പോഴും ഇത് മലയാളത്തിൽ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പറയുന്നത് അതെനിക്ക് വളരെയധികം ഉപകാരമായിരുന്നു വാസ്തവത്തിൽ. കാരണം അവരുടെ അതേ നിലവാരത്തിൽ തന്നെയാണല്ലോ ഞാനും കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ല, ഇത് വിഷയങ്ങൾ അറിയുകയില്ല. അപ്പൊ അതുകൊണ്ട് വളരെയധികം ഉപകാരപ്രദമായിരുന്നു. അതിന്റെ ഒരു ജിസ്റ്റ് മലയാളത്തിൽ തന്നെ നമുക്ക് നല്ലോണം പറഞ്ഞു തന്നത്. അപ്പൊ വളരെ ഗംഭീരമായിരുന്നു. നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു. കുറച്ച് ഉപകാരപ്രദവുമായിരുന്നു. താങ്ക് യു. എന്താ ഡോക്ടർ ജിനിത ടീച്ചർക്ക് പൂർണ്ണ ബ്രഹ്മജ്ഞാനായില്ല, സ്വല്പ ബ്രഹ്മജ്ഞാനായി. അതെ, സ്വല്പമായിട്ടുള്ളൂ. എന്തായാലും നല്ല ഉപകാരമായിരുന്നു. കാരണം എനിക്ക് തീരെ പരിചയമില്ലാത്ത വിഷയങ്ങളാണ്. ഇതുവരെയും അങ്ങനെ നോക്കിയിട്ടും ഇല്ല ഇതുവരെയും. അപ്പൊ ഈ ക്ലാസ്സുകളിൽ വന്നപ്പോ എനിക്കതൊരു നല്ലൊരു ബെനിഫിറ്റ് ആയിട്ടുണ്ട്. നന്നായി. സാഹിത്യ ഡിപ്പാർട്ട്മെന്റിൽ കിരൺ ഉണ്ടല്ലോ. കിരൺ. ഹലോ, നമസ്കാരം. കേൾക്കുന്നുണ്ടല്ലോ ടീച്ചറെ? അപ്പൊ ഈ വർക്ക്ഷോപ്പ് വളരെ ഉപകാരപ്പെടുന്നുണ്ട്. ഷീബ ടീച്ചറെ, അപ്പോ ഈ വർഷത്തിന്റെ എല്ലാ ദിവസത്തെ ക്ലാസ്സുകളിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. എന്നാൽ തന്നെയും ചില ദിവസത്തെ ക്ലാസ്സുകളിൽ എനിക്ക് കയറാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മുടെ സെൻട്രലിൽ പിന്നെ ഇന്റേണലിന്റെ പരീക്ഷയും മറ്റു കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് പോകുന്ന കൊണ്ട് ഫുൾ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റില്ല. എന്നിരുന്നാൽ തന്നെ ഈ വിഷയത്തിൽ നമുക്ക് കുറച്ചറിവ് കുറച്ച് ഭാഗങ്ങൾ കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതേ രൂപത്തിലുള്ള ഒരു വർക്ക്ഷോപ്പ് നമുക്ക് ഇവിടുന്ന് അധികം കിട്ടിയിട്ടില്ല. അപ്പം വേദാന്ത ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെപ്പോലുള്ള സാഹിത്യം പഠിക്കുന്ന ആൾക്കാർക്ക് ഒരു പുതിയൊരു അനുഭവമാണ്. വളരെ നല്ലൊരു ശില്പശാലയായിരുന്നു. എന്നാലും കേട്ടെടുത്തോളം എനിക്ക് വളരെ പ്രയോജനപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ ഇത് സംഘടിപ്പിക്കപ്പെട്ടതിൽ വളരെ സന്തോഷം. അപ്പോൾ വേദാന്ത ഡിപ്പാർട്ട്മെന്റിന്റെ HOD മുത്തുലക്ഷ്മി ടീച്ചറിനും അതുപോലെ തന്നെ ഇത് വളരെ ഭംഗിയായി കോർഡിനേറ്റ് ചെയ്ത് ഷീബ ടീച്ചറിന്റെ പ്രിയ ഷീബ ടീച്ചർ, അതുപോലെ തന്നെ ഇതിന് മാർഗനിർദ്ദേശങ്ങൾ തന്നിട്ടുള്ള ഭട്ടുമാഷ്, എല്ലാവർക്കും തന്നെ ഞാൻ വളരെ ഹൃദയംഗമായ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഈ വർക്ക്ഷോപ്പ് വളരെ പ്രയോജനപ്രദമായിരുന്നു. അതാണ് എൻ്റെ അഭിപ്രായം. സുരേഷ് സാറുണ്ടല്ലോ, ഫ്രാൻസിസ് സാറുണ്ട്, റമേ ടീച്ചറുണ്ട്.
Sir, out of state, I think there are some research scholars or teachers from outside Kerala. I don't know. Sriharsh V. Can you please say something? Sriharsh Som Krishnan. Just introduce yourself. ടീച്ചർ നമസ്കാരം. വളരെ നല്ലൊരു ശില്പശാല തന്നെയായിരുന്നു, പറയാതെ വയ്യ. ഒന്ന് പരിചയപ്പെടുത്തുവോ ശ്രീഹർഷ്? ടീച്ചറെ, ഞാൻ അവിടെ കാലടിയില് സാഹിത്യം പഠിക്കുന്ന, സാഹിത്യത്തിൽ PhD ആണ്. അതെയോ? ഓക്കെ ഓക്കെ, എനിക്ക് മനസ്സിലായില്ല ആരാന്ന്, അതുകൊണ്ടാ ചോദിച്ചത്. ഓക്കെ. വളരെ നല്ലൊരു ശില്പശാലയായിരുന്നു. അതുപോലെ എല്ലാ വിവരങ്ങളും കാര്യങ്ങളും നമുക്ക് ടെക്സ്റ്റുവൽ സ്റ്റഡി ആകുമ്പോൾ അതിന്റെ അതേ രീതിയിൽ തന്നെ, തനതായ ശൈലിയിൽ തന്നെയാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് സംസ്കൃതത്തിലായിരുന്നു ക്ലാസ്സുകളൊക്കെ എന്നുള്ളതിന്റെ പ്രത്യേകത പറയണം. ശരി ശരി, ആയിക്കോട്ടെ. എനിക്ക് മനസ്സിലായില്ല കേട്ടോ, പരിചയമില്ല, അതുകൊണ്ട് അങ്ങനെ ചോദിച്ചത്. കുഴപ്പമില്ല ടീച്ചറെ, കുഴപ്പമില്ല. ടീച്ചറെ, കൊയിലാണ്ടി പിന്നെ അവിടെ നമ്മളെ പയ്യന്നൂർ വല്ല അധ്യാപകരില്ലേ? പയ്യന്നൂര് കൊയിലാണ്ടി ടീച്ചറെ, പയ്യന്നൂരത്തെ പ്രീതയുണ്ട് ടീച്ചറെ. പ്രീത പറയൂ. പ്രീത പറഞ്ഞോളൂ. പ്രീത, പിന്നെ എല്ലാ ക്ലാസ്സിനൊന്നും കയറാൻ പറ്റിയിട്ടില്ല ടീച്ചറെ. ഇത് പയ്യന്നൂർ റേഞ്ച് കിട്ടുന്ന സ്ഥലമല്ല, പറ്റുന്ന സമയത്തൊക്കെ കയറാനുണ്ട്. എങ്കിലും തുടക്കക്കാരായ നമ്മളെയൊക്കെ സംബന്ധിച്ച് ഇത് വളരെയധികം, അതിന്റെ PDF അതിന്റെ ഈ കിട്ടിയ സാധനങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ വളരെയധികം പ്രയോജനം ചെയ്ത്. പിന്നെ ഫുള്ളെല്ലാം കേൾക്കാം, പിന്നെ ഇത് യൂട്യൂബ് വഴി കേൾക്കാം, അങ്ങനെ ആശ്വാസമുണ്ട്. വളരെയധികം വിഷയം പഠിക്കുന്നവരെ സംബന്ധിച്ച് കുട്ടികൾക്കൊക്കെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ആ പ്രിന്റ് ഔട്ട് കൊടുക്കാനും അങ്ങനെ ഒരുപാട് ഉപകാരപ്പെട്ടു. കാര്യം തുടക്കക്കാരായ ഞങ്ങളെ സംബന്ധിച്ച് ശരിക്ക് ഒരു ഉപകാരപ്രദമായിരുന്നു. ഒരുപാട് നന്ദി ഇത് സംഘടിപ്പിച്ച ടീച്ചേഴ്സിനും. പിന്നെ ഈ ഒരു സമയം ആയതുകൊണ്ട്, ഇങ്ങനെ ഈ ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാണ് ക്ലാസ് കേൾക്കാൻ പറ്റിയത്. അത് ഒരു വ്യക്തി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭാഗ്യമായി. അപ്പൊ എല്ലാവർക്കും നന്ദി, ഒരു ക്ലാസ് സംഘടിപ്പിച്ചതിനും കേൾക്കാൻ പറ്റിയതിനും. ഇനി ഇതുപോലുള്ള നല്ല വിഷയങ്ങളെ കുറിച്ചുള്ള ക്ലാസ്സുകൾ നമുക്ക് പ്രയോജനം ചെയ്യും. കുട്ടികൾക്കൊന്ന് ഒരുപാട് സന്തോഷം. താങ്ക്സ് ടീച്ചറെ. ശരി. നമസ്കാരം. നിഷാദ് ഇല്ലേ? നിഷാദ് പോയിണ്ട്, കാണാനില്ല. കൊയിലാണ്ടി സെന്ററിന്റെ മാഷെ. ചില ദിവസങ്ങളിൽ ഇതുപോലെ റേഞ്ച് പ്രോബ്ലം കൊണ്ട് കയറാൻ പറ്റിയിട്ടില്ല ടീച്ചറെ. എങ്കിലും വളരെ പ്രയോജനമായിരുന്നു ഈ ഒരു വർക്ക്ഷോപ്പ്. ഇതുപോലെ ഇനിയും എനിക്ക് തോന്നുന്ന ശില്പശാല അതിന് ഉപരിയായിട്ട് എനിക്ക് തോന്നുന്നത് ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ, അതുപോലെ സാമ്പ്രദായിക രീതിയിൽ അതുപോലെയുള്ള ക്ലാസ്സുകളൊക്കെ ടെക്സ്റ്റൽ സ്റ്റഡി ഡീറ്റെയിൽഡ് ആയിട്ട് ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിക്കും ഇതിന് ശേഷം എന്ന് പ്രത്യാശിക്കുന്നു. വളരെ പ്രയോജനകരമായിരുന്നു. സംസ്കൃതത്തിലാണെങ്കിൽ കൂടി കുട്ടികൾക്ക് സിമ്പിൾ ലാംഗ്വേജ് ആയതുകൊണ്ട് കുട്ടികൾക്ക് വളരെ പ്രയോജനകരമായി. ഡിഗ്രി കുട്ടികളൊക്കെ കൊയിലാണ്ടി സെന്ററിൽ നിന്നും ഒത്തിരി കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ആദ്യ ദിവസങ്ങളിൽ. പിന്നെ ഈ കൊയിലാണ്ടി സെന്ററിലൊക്കെ റേഞ്ച് പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് കുട്ടികൾക്ക് അങ്ങനെ അധിക ദിവസങ്ങൾ പങ്കെടുക്കാൻ പറ്റാതിരുന്നത്. നിഷാദ് സാർക്ക് ഇന്ന് പങ്കെടുക്കാൻ പറ്റിയില്ല. എല്ലാ ദിവസവും സാർ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെയുള്ള എല്ലാ ടീച്ചേഴ്സും ഉണ്ടായിരുന്നു, ഷീന ടീച്ചർ, ടീച്ചറൊക്കെ. അപ്പൊ വളരെ പ്രയോജനകരമായിരുന്നു. ഇതുപോലത്തെ ശാലകൾ ഇനിയും സംഘടിപ്പിക്കണം എന്നാണ് വേദാന്ത ഡിപ്പാർട്ട്മെന്റിനോട് ഒന്നുകൂടി അഭ്യർത്ഥിക്കാനുള്ളത്. മുത്തുലക്ഷ്മി ടീച്ചർക്കും ഭട്ട് സാറിനും ശിവ ടീച്ചർക്കും എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. ഷീബ അവസാനിപ്പിക്കുക അല്ലേ? 4:50 ഇപ്പൊ അത് പോയില്ലേ? നമ്മുടെ സമയം കഴിഞ്ഞില്ലേ? ഞാൻ ഫീഡ്ബാക്ക് സബ്മിറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള ലിങ്ക് ഒന്നുകൂടി ഇടാമോ എന്ന് മഹിമ ചോദിച്ചിരുന്നു. ഞാൻ വീണ്ടും ഇട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ എന്നെ ജസ്റ്റ് ഒന്ന് ഇൻഡിവിജ്വൽ കോൺടാക്ട് ചെയ്താൽ മതി. സർട്ടിഫിക്കറ്റ് കിട്ടാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ ലിങ്ക് ഇട്ട് തരാം. ഔദ്യോഗികമായി ഒരു നന്ദി പ്രകടനം. ശരിക്കും
നമ്മളിവിടെ സംസാരിച്ച വന്ന പോലെ തന്നെ വളരെയേറെ ആശങ്കകളോടുകൂടി നമ്മൾ ഇങ്ങനെയൊരു 10 ദിവസത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ശില്പശാല സംഘടിപ്പിച്ചു. പക്ഷെ അത് ആദ്യം അതിനെനിക്ക് നന്ദി പറയാനുള്ളത് രാമകൃഷ്ണ ഭട്ട് സാറിനോട് തന്നെയാണ്. കാരണം ഇതിന് ഉള്ള റിസോഴ്സ് പേഴ്സൺസിന് 5 പേരോടും ആദ്യമായിട്ട് മാഷാണ് അവരോട് ഇത് സംസാരിച്ചതും ഈ വിഷയങ്ങൾ അവർക്ക് ഡിബേറ്റ് ചെയ്തതും. അതിനുശേഷമാണ് മാഷ് എനിക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ തന്നത്. അവര് മാഷിനോടുള്ള ആ ഒരു താല്പര്യം ഈ പണ്ഡിതന്മാരെല്ലാവരും യാതൊരു ബുദ്ധിമുട്ടും പറയാതെ നമ്മളുടെ ഈ 10 ദിവസത്തെ ഒരുപാട് തിരക്കുകളുണ്ട്. നമുക്കറിയാം തൃപ്പൂണിത്തറ സംസ്കൃത കോളേജില്, അതുപോലെ കർണാടക ബാംഗ്ലൂർ കർണാടക സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ നിരവധി ശില്പശാലകൾ, നിരവധി അക്കാദമിക പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അതിലെല്ലാം പങ്കാളികളാകുന്ന റിസോഴ്സ് പേഴ്സൺസ് ആണ്. നമ്മൾക്കും ഇവിടെ ഈ 10 ദിവസവും നമ്മൾക്ക് ഈ 2 മണിക്കൂർ വീതം നമ്മളുടെ മുന്നിൽ വന്നിരുന്ന ഈ ഗ്രന്ഥം നമ്മൾക്ക് നൽകിയത്. അപ്പോ ആ എല്ലാ റിസോഴ്സ് പേഴ്സൺസിനെയും നമ്മൾക്ക് പരിചയപ്പെടുത്തി അവരെ എല്ലാവരെയും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി ഈ അധ്യാപകരുടെ സേവനം വീണ്ടും നമ്മൾക്ക് അവര് യാതൊരു ഉപാധികളുമില്ലാതെ നമ്മൾക്ക് ഏത് ഗ്രന്ഥങ്ങൾ വേണമെങ്കിലും ഇനിയും നമ്മൾക്ക് ഇതുപോലെ ശില്പശാലകൾ നടത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു എക്സ്റ്റൻഷൻ ലെക്ചർ പോലെയൊക്കെ നമ്മളെ ബോധവാന്മാരാക്കുന്നതിന് വേണ്ടി അവര് സന്നദ്ധരാണ് എന്നുള്ള അവരുടെ ഒരു അനുവാദം, അല്ലെങ്കിൽ അവരുടെ സന്തോഷം, അതിനുള്ള അവരുടെ ഒരു നമ്മളോട് കാണിക്കുന്ന ഒരു താല്പര്യം, അതും കൂടി അവര് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോ അത്രയും അത് ഭട്ട് സാറിനോടുള്ള തന്നെ ബഹുമാനം തന്നെയാണ് വേദാന്ത വിഭാഗത്തിനോട് അവർ ഓരോരുത്തരും കാണിക്കുന്നതായ ഈ താല്പര്യം. അപ്പോ നമ്മളുടെ എല്ലാ റിസോഴ്സ് പേഴ്സൺസിനെയും നമ്മൾക്ക് പരിചയപ്പെടുത്തി തരികയും ഈ ശില്പശാലയുടെ ഉദ്ഘാടന വേദിയിൽ ആമുഖ ഭാഷണം നടത്തിക്കൊണ്ട് ഒരു ഒരു കാരണവരെ പോലെ എല്ലാ ദിവസവും 3 മണി മുതൽ 5 മണി വരെ ശരിക്കും സാർ എല്ലാ വാക്യാർത്ഥ സദസ്സുകളിലെയും അധ്യക്ഷനായിരിക്കുന്ന പോലെ തന്നെ ഇവിടെ ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷ പദം എല്ലാ ദിവസവും സാറ് കൃത്യമായിട്ട് എല്ലാ ക്ലാസ്സുകളിലും ഇരുന്ന് നമ്മൾക്ക് മാർഗനിർദ്ദേശം നൽകി നമ്മൾക്ക് സാറിന്റെ സാന്നിധ്യം നൽകുന്ന ആ ഒരു ഊർജം അത് എത്രയാണെന്ന് നമുക്ക് പറയാൻ പോലും മാഷിനോട് അങ്ങനെ അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. മാഷെ അങ്ങനെ അത്രത്തോളം ഒരു പോസിറ്റീവ് എനർജിയാണ് മാഷിനെ കാണുമ്പോൾ. മാഷിന്റെ ഒരു ടീച്ചർ സോറിയെ ഭട്ട് സാറിനെ ഇങ്ങനെ പ്രശംസിക്കുന്ന നിന്ദിക്കുന്നതാണ് ഞാൻ ഗ്രഹിക്കുന്നു. ഇല്ല മാഷെ ഭട്ട് സാറ് 3 മണി മുതൽ 5 മണി വരെ എല്ലാ സെഷൻസിലും നമ്മളുടെ അത് എന്റെ സ്വാർത്ഥത്തിലാണ്, അതൊന്ന് പറയണ്ട. പോയിക്കോട്ടെ സാർ, ടീച്ചർ അങ്ങോട്ട് വന്നോളൂ. സാറിന് കൂടുതൽ പറയണ്ട. എല്ലാവരുടെയും പേരിലുള്ള നന്ദി സാറിന് അറിയിക്കുന്നു. അതുപോലെ ഈ നമ്മളുടെ ശില്പശാല ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ബഹുമാന്യനായ ആദരണീയനായ വൈസ് ചാൻസലർ ഡോക്ടർ ധർമ്മരാജ ഡാറ്റ്സ് മാഷാണ്. മാഷിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ ശില്പശാലയുടെ ഒരു പ്രപ്പോസൽ എഴുതി കൊണ്ട് ചെന്നപ്പോൾ അത് ഒരു ടീച്ചറിന്റെ സന്തോഷം അതെന്താണ് എനിക്ക് പറയാൻ അറിയത്തില്ല. ടീച്ചർ നമുക്ക് ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട് ടീച്ചർ അപ്പോൾ തന്നെ അത് ഫോർവേഡ് ചെയ്ത് വിട്ടു. അത് കഴിഞ്ഞ് അത് ഓർഡറായി വന്നപ്പോഴത്തേക്കും നമ്മുടെ അതിന്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു നിർദ്ദേശം നൽകി. അതനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് ഈ ശില്പശാല സംഘടിപ്പിക്കുന്നതിന് എല്ലാ മാർഗനിർദ്ദേശവും നൽകിയ വിഭാഗാധ്യക്ഷ മുത്തുലക്ഷ്മി ടീച്ചറിനോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ നമ്മുടെ 5 ദിവസത്തെയും ക്ലാസ്സുകള് വളരെ ഭംഗിയായ രീതിയിൽ ഇവിടെ നമ്മുടെ മറ്റു വിഭാഗങ്ങളിലെ അധ്യാപകര് ജിനിതയും കിരണും ഒക്കെ ഇവിടെ അഭിപ്രായപ്പെട്ടതുപോലെ, അതുപോലെ നമ്മുടെ വേദാന്ത വിഭാഗത്തിലെ കുട്ടികള് അധ്യാപകര് എല്ലാവരും അഭിപ്രായപ്പെട്ടതുപോലെ വളരെ സരളമായ രീതിയിൽ ശാസ്ത്ര സിദ്ധാന്തങ്ങളെ എല്ലാവർക്കും പങ്കെടുക്കുന്ന ജിജ്ഞാസുക്കളായ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പകർന്നു കൊടുത്ത കാർത്തിക് ശർമ്മ, തുളസി കുമാര ജോഷി, ആചാര്യ മഹേശ്വരൻ സാർ, നമ്മുടെ പുഷ്കരാചാര്യ, ഇപ്പോ നമ്മുടെ വിദ്വാൻ വാസുദേവൻ, PR വാസുദേവൻ സാർ, എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഈ
പരിപാടിയുടെ വിജയം എന്ന് പറയുന്നത് ഇതിൽ പങ്കെടുത്ത എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും അതുപോലെ ഗവേഷക വിദ്യാർത്ഥികളുമാണ്. എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഇങ്ങനെയൊരു സംരംഭം വളരെ ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ ഈ 10 ദിവസത്തെയും ക്ലാസ്സുകൾ ഈ മുത്തു ടീച്ചർ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഓൺലൈൻ മാധ്യമത്തിൽ നമ്മൾ ഇത് സംഘടിപ്പിച്ചപ്പോഴുള്ള ആശങ്കകളെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾക്ക് ഈ 10 ദിവസത്തെ ക്ലാസ്സുകളും പൂർണ്ണമായിട്ടും റെക്കോർഡ് ചെയ്ത് നമ്മൾക്ക് സൂക്ഷിക്കാൻ പറ്റുന്നുണ്ട്. അത് ഒരു വലിയ സമ്പാദ്യമായിട്ട് തന്നെ വേദാന്ത വിഭാഗം കരുതുന്നു. ഇത്രയും ഒരു നല്ല രീതിയിൽ ഈ ഒരു ശില്പശാല സംഘടിപ്പിക്കുന്നതിന് എല്ലാ തലത്തിലുള്ള പിന്തുണയും നൽകിയ സർവകലാശാല അധികാരികളോടും പ്രിയപ്പെട്ട ഗുരുനാഥന്മാരോടും വേദാന്ത വിഭാഗത്തിലെ എല്ലാ അധ്യാപകരോടും ഇതിൽ പങ്കെടുത്ത് ഇതിനെ വിജയിപ്പിച്ച എല്ലാ പാർട്ടിസിപ്പൻസിനോടും അതുപോലെ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടുന്നത് ഇത് ഭംഗിയായിട്ട് വിദ്യാർത്ഥികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇവിടെ ഇതിനെ അവതരിപ്പിച്ച നമ്മുടെ പണ്ഡിത ശ്രേഷ്ഠരോടാണ്. എല്ലാവരോടുമുള്ള അകൈതവമായ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ചും ഇന്ന് നമ്മൾക്ക് ക്ലാസ് എടുത്ത ആനന്ദമയാധികരണത്തെക്കുറിച്ചും അതുപോലെ സഹകാര്യാന്തര വിദ്യാധികരണത്തെക്കുറിച്ചും ക്ലാസ് എടുത്ത വിദ്വാൻ PR വാസുദേവൻ സാറിന് എല്ലാവരുടെയും പേരിലുള്ള നന്ദി, ഈ ഒരു സെഷന്റെ ഒരു നന്ദിയും കൂടി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. മറ്റുമാഷെ ഇനി പറയുന്നില്ല. സമയം ഇപ്പൊ തീരും. ഇത് തനിയെ തന്നെ ഓഫ് ആയിക്കോളും. ഓക്കെ.